ഞാനൊരു അമിത മദ്യ ഞാനൊരു അമിത മദ്യപാനരോഗിയാണ്. ദൈവത്തിന്റെ കന്യാലയായ എന്നാൽ ബുദ്ധിമുട്ടായ സഹായത്താൽ ഇന്ന് ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഷിബു. ആ, എല്ലാവർക്കും ഹായ്. ഹായ് ശിവ ഹായ് ചേട്ടാ. ഷിബുചേട്ടാ, ഹായ് ഹായ്. ഹായ് നമ്മളിപ്പോ ശിവപാട്ടാ. ഹായ് ആൽക്കോളിസ് അനോണിമസിന്റെ കംസ് ഓഫ് ഏജ് ബിൽ ഡബ്ല്യു തന്നെ എഴുതിയ ഒരു പുസ്തകമാണിത്. അദ്ദേഹം എക്ക് പ്രായപൂർത്തിയായി, അല്ലെങ്കിൽ ഒരു 20 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രായപൂർത്തിയായി എന്നുള്ള രീതിയിലാണ് ഈ പുസ്തകത്തിൽ വിവരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അതായത് അന്ന് വരെ ബിൽ ഡബ്ല്യുവും ഡോക്ടർ ബോബും അതുപോലെയുള്ള പഴമക്കാർ വഹിച്ചിരുന്ന അവരുടെ ദൗത്യം, അവർ കോൺഫറൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജനറൽ സർവീസ് കോൺഫറൻസിന് കൈമാറുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഇന്റർനാഷണൽ കൺവെൻഷൻ നടക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ അദ്ദേഹം കൃത്യമായി പറഞ്ഞു. റിക്കവറിയെ പറ്റി പറഞ്ഞു, യൂണിറ്റിനെ പറ്റി പറഞ്ഞു. അതിനുശേഷം സർവീസ് എന്ന ഭാഗത്ത് 154 പേജിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം, പുസ്തകത്തിന്റെ കാര്യമാണ് പറയുന്നത്. പുസ്തകം അച്ചടിക്കാമെന്ന് ഹാർപ്പർ പറഞ്ഞെങ്കിലും അവർ ആ ഇടപാടിൽ ചില സംശയങ്ങൾ അദ്ദേഹം തന്റെ കൂട്ടുകാരോടൊക്കെ പങ്കുവെക്കുന്നുണ്ട്. ന്യൂയോർക്കിലെ ചില സുഹൃത്തുക്കൾക്കിടയിൽ ഹാർപ്പർ ഇടപാടിൽ എന്റെ സംശയങ്ങൾ പങ്കുവെച്ചു. മറ്റാരോടും ഞാൻ ആ കാര്യം പറഞ്ഞില്ല. പിന്നീട് ഞാൻ ട്രസ്റ്റിമാരോട് മടിച്ച് കാര്യങ്ങൾ പറഞ്ഞു. മദ്യാസക്തരല്ലാത്ത അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ബോർഡിലെ സുഹൃത്തുക്കൾ ഈ കാര്യത്തിൽ യോജിച്ചില്ല. അവർ പറഞ്ഞത് പ്രസാധകരാരും തന്നെ പുസ്തകം അടിച്ചിട്ട് അത് കൊണ്ടുപോകില്ല എന്നറിയപ്പെടുന്ന സത്യമാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. വിയോജനക്കുറിപ്പോടെ യോഗം അവസാനിച്ചു. ഞങ്ങൾ മധ്യസ്ഥത വഹിച്ചു. തീർപ്പോ തീരുമാനങ്ങളോ ഉണ്ടായില്ല. ആ ഭാഗത്താണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. അടുത്ത സൂൺ ആഫ്റ്റർവേർഡ് വൺ ഓഫ് ദ മോസ്റ്റ് ടെറിഫൈഡ് പവർ ഡ്രൈവ്സ് ഐ ഹാവ് എവർ മെറ്റ് ഗോട്ട് ഇൻ ടു ദി ആക്ട്. ദിസ് വാസ് മൈ ഫ്രണ്ട് ഹെൻറി പി. One time, Standard Oil executive and the very first alcoholic ever to stay sober, even a little while in the New York group. He had been a protege of Dr. Silkworth and a frequent visitor at Towns Hospital. At this time, he had been sober about 2 years. Henry had red hair, at least one new idea a minute, and energy beyond telling. He was not a foundation trustee, and he had no official say at all. But mattered not a bit. He was a hard-hitting salesman, and he sold his bill of goods. He said, "Look here, Bill. Why do we bother anymore with those trustees and the foundation? Those folks have not raised a cent, and they are not going to. Why don't we put this proposed book on a business basis and from a stock company? Let's sell shares to our own folks right here in New York if we give them a real argument. I will guarantee they will get up for the doubt." I was an ex-Wall Streeter and had already toyed with this notion myself. But Henry had much bigger ideas and he breathed confidence. Confidence. Our society would organize its own publishing company, and maybe we would have to forget about the foundation. I told him the trustees would never agree to our scheme, and I did not want to hurt their feelings. But Henry's skin was thicker than mine. He was implacable. He said that it is simply hard to be done, and I finally agreed. പെട്ടെന്ന് തന്നെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ശക്തിശാലി രംഗത്തെത്തി. എന്റെ സുഹൃത്തായിട്ടുള്ള പി ഹെൻറി ആയിരുന്നു അത്. അദ്ദേഹം സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനി എക്സിക്യൂട്ടീവ് ന്യൂയോർക്ക് ഗ്രൂപ്പിൽ നിന്ന് ആദ്യമായി കുറച്ചു കാലത്തേക്കെങ്കിലും സുബോധമായ ആളുമായിരുന്നു. അയാൾ ഡോക്ടർ സിൽക്വർത്തിന്റെ അനുയായിയും ടൗൺസ് ഹോസ്പിറ്റൽ ഇടയ്ക്കിടെ സന്ദർശിക്കുന്ന ആളുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം 1 വർഷത്തോളം സുബോധവാനാണ്. ചുവന്ന തലമുടിയുള്ള, ഒരു മിനിറ്റിൽ തന്നെ ഒരു പുതിയ ആശയം കണ്ടുപിടിക്കുന്ന, പറയാനാവാത്ത വിധത്തിൽ ഊർജം ഉള്ള ഒരാളായിരുന്നു പി ഹെൻറി. അയാൾ ഫൗണ്ടേഷന്റെ ട്രസ്റ്റി ആയിരുന്നില്ല. ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമായിരുന്നില്ല. അദ്ദേഹം ഒരു കടുത്ത സെയിൽസ്മാൻ ആയിരുന്നു, അല്ലെങ്കിൽ വിൽപ്പനക്കാരനായിരുന്നു. അദ്ദേഹം അത് എങ്ങനെയും വിറ്റഴിക്കും. നാം എന്തിനാണ് ഫൗണ്ടേഷന്റെ ട്രസ്റ്റിമാരെ പരിഗണിക്കുന്നത്? അയാൾ ചോദിച്ചു. അവർ നമുക്കായി ഒരു കാശ് പോലും ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കുകയുമില്ല. നമുക്ക് എന്തുകൊണ്ട് ഒരു സ്റ്റോക്ക് കമ്പനി രൂപീകരിച്ചുകൂടാ? എന്തുകൊണ്ട് ഇവിടെ ന്യൂയോർക്കിൽ നമ്മുടെ ആളുകൾക്ക് ഓഹരികൾ വിറ്റുകൂടാ? അവരെ ബോധ്യപ്പെടുത്തിയാൽ ഉറപ്പാണ് അവർ നമുക്കായി പണം ഉണ്ടാക്കും. ഞാനൊരു എക്സ്
എക്സ് വാൾ സ്ട്രീറ്ററാണ്. എനിക്ക് ഈ ആശയം നേരത്തെ തോന്നിയിരുന്നു, പക്ഷേ ഹെൻറിക്ക് വലിയ ആശയങ്ങളാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു. നമ്മുടെ സമൂഹം സ്വന്തം പ്രസാധക സംഘം രൂപീകരിക്കും. ഒരുപക്ഷെ ഫൗണ്ടേഷന്റെ കാര്യം നമുക്ക് മറക്കാം. ട്രസ്റ്റിമാർ ഇത് അംഗീകരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. അവരെ മുറിപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. പക്ഷെ ഹെൻറിയുടെ തൊലിക്ക് എന്നേക്കാൾ നല്ല കട്ടിയുണ്ടായിരുന്നു. അദ്ദേഹം അടങ്ങിയിരുന്നില്ല. ഇത് നടന്നേ മതിയാവൂ, അദ്ദേഹം പറഞ്ഞു. അവസാനം ഞാൻ സമ്മതിച്ചു. Still, much disturbed about the whole business. I went back to Gene Xman, and frankly explained to him that was about to happen. To my utter amazement, he agreed, quite contrary to his own interest, that a society like ours ought to control and publish its own literature. Moreover, he felt that very possibly we could do this will with success, though Jean's opinion did not register at all when it was transmitted to the trustees. It did give Henry and me the kind of encouragement we so much needed. Henry wasted no time but started selling the propositions to our New York members at once. He buttonholed them on one by one, pursuing, browbeating, hypnotizing. I trailed around in his wake, smoothing ruffled feelings and trying to dispel some of the suspicions that had been created about our motives. After a couple of weeks of this kind of violent promotion, we got a lukewarm consent from our Eastern membership. Dr. Bob was dubious, but he also consented. He did think it would be unwise at the stage. You, did think it would be unwise at this stage to lay the matter before the Akron membership. Akron membership. Some promotions might be justified in New York, but a few Akronites would be able to see it. He thought, he felt too, but that we should try an idea out on the board of trustees. We surely could not ignore them. ഞാൻ വല്ലാത്ത അസ്വസ്ഥനായി. ഞാൻ യൂജിൻ എക്സ്മാനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എക്സ്മാൻ ഇത് അംഗീകരിച്ചു. അദ്ദേഹം വിശദീകരിച്ചു, നമ്മുടേതുപോലുള്ള ഒരു സമൂഹത്തിന് സ്വന്തം സാഹിത്യം സ്വയം പ്രസിദ്ധീകരിക്കുന്നതും സ്വയം നിയന്ത്രിക്കുന്നതും നല്ലതാണ്. മാത്രമല്ല, ഇത് വിജയിക്കുമെന്ന് അദ്ദേഹം കരുതുകയും ചെയ്യുന്നു. ഈ കാര്യം അറിയിച്ചപ്പോൾ യൂജിന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയില്ലെങ്കിലും എനിക്കും ഹെൻറിക്കും വലിയ ആത്മവിശ്വാസം തോന്നി. അത് ഞങ്ങൾക്ക് വേണ്ടതും ആയിരുന്നു. ഹെൻറി ഒട്ടും സമയം കളഞ്ഞില്ല. അദ്ദേഹം ന്യൂയോർക്കുകാർക്കിടയിൽ ഈ ആശയം വിൽപ്പന ആരംഭിച്ചു. അദ്ദേഹം പിടിച്ചു നിർത്തിയും നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും ആളുകളെ വളരെയധികം സ്വാധീനിച്ചു. ഞങ്ങളുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് ചില സംശയങ്ങൾ ഉയർന്ന നിലയ്ക്ക് ഞാൻ ആളുകളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരാഴ്ചത്തെ പരിശ്രമത്തിന്റെ ഫലമായി ഞങ്ങൾക്ക് പടിഞ്ഞാറൻ നാടുകളിലെ അംഗങ്ങളിൽ നിന്ന് ഒരു തണുപ്പൻ സമ്മതം ലഭിച്ചു. ഡോക്ടർ ബാബു സംശയാലുവായിരുന്നു, പക്ഷെ അദ്ദേഹം സമ്മതിച്ചു. പക്ഷെ ഈ അവസരത്തിൽ അക്രോണിലെ അംഗങ്ങൾക്കിടയിൽ ഈ കാര്യം അവതരിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചില നീക്കങ്ങൾ ന്യൂയോർക്കുകാർ ഒരുപക്ഷെ അംഗീകരിച്ചേക്കാം, പക്ഷെ അക്രോണിസ്റ്റുകൾ അല്ലെങ്കിൽ അക്രോൺകാർ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല എന്ന് അദ്ദേഹം കരുതി. ട്രസ്റ്റിമാരുടെ മുമ്പിൽ ഇക്കാര്യം അവതരിപ്പിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അവരെ അവഗണിച്ചുകൂടാ എന്ന് അദ്ദേഹം പറഞ്ഞു. Meanwhile, Henry and I were perfecting our plan. It would take a persuasive prospectus to induce alcoholics to part with their money for stock in a company that had not yet produced even one book. But the more we investigated, the better the propositions looked. We went to Edward Blackwell, the president of Cornwall Press, one of the largest printers in the United States. Here we discovered that the printing cost of an average size book is only about 10% of its retail price. A 400-page volume could be printed for only a fraction retail price. A 400-page volume could be printed for only a fraction of $1. If we were to price our new book at $3.50, we $3.50, as Henry and I figured it,
this would be practically all net profit. There would be no bookstore commission, no paid advertising, and none of the usual losses that publishers had to take one books that did not sell. Our book, of course, would sell, and we could not fail to clean up. It looked too good to be true. I laid this information before that next. I laid the information before the next trustees meeting. I anticipated that the reactions would be bad, and it certainly was. To flatly disagree with those wonderful friends was the toughest possible assignment. Once more, the trustees meeting adjourned without agreement. I knew we would have to go through with the deal despite all the objections. It was depressing. അതേസമയം ഞാൻ ഹെൻറിയും ഞങ്ങളുടെ പദ്ധതികൾ രൂപപ്പെടുത്തുകയായിരുന്നു. ഒരു പുസ്തകം പോലും പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത ഒരു കമ്പനിയുടെ ഓഹരികൾ എടുക്കാൻ മധ്യാസക്തരെ നിർബന്ധിക്കേണ്ടതുണ്ടായിരിക്കുന്നു. ഞങ്ങൾ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തിയപ്പോൾ കൂടുതൽ നല്ല അഭിപ്രായങ്ങൾ വന്നു. അമേരിക്കൻ ഐക്യനാടുകളിലെ പ്രമുഖ പ്രസാധക കമ്പനിയായ കോൺവാൾ പ്രസിഡന്റായ എഡ്വേർഡ് ബ്ലോക്ക് വെല്ലിനെ ഞങ്ങൾ പോയി കണ്ടു. ഒരു പുസ്തകം പുറത്തിറക്കാൻ അതിന്റെ വിലയുടെ 10% ചെലവ് വരുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. എന്റെയും ഹെൻറിയുടെ അഭിപ്രായം അനുസരിച്ച് നമ്മുടെ പുതിയ പുസ്തകത്തിന് $3 വിലയിട്ടാൽ മിക്കവാറും അത് മുഴുവൻ ലാഭമായിരിക്കും. വിൽക്കാത്ത പുസ്തകത്തിന് പ്രസാധകർക്കായി നൽകുന്ന കമ്മീഷനും പരസ്യത്തിന് വേണ്ട ചെലവുകളും ഒന്നും തന്നെ മുടക്കേണ്ടതില്ല. നമ്മുടെ പുസ്തകങ്ങൾ തീർച്ചയായും ചെലവാകും, തൂത്തുവാരും. ഇത് സത്യമാണ് എന്ന് തന്നെ തോന്നിച്ചു. ഞാൻ അടുത്ത ട്രസ്റ്റി മീറ്റിംഗിൽ വിവരങ്ങൾ അവതരിപ്പിച്ചു. പ്രതികരണം മോശമായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. അത് അങ്ങനെ തന്നെയായിരുന്നു. പുസ്തകം നല്ലതായിരിക്കുമെന്ന് ഹാർപ്പർ പറഞ്ഞിരിക്കുന്നു, അവർ വാദിച്ചു. നാം നമ്മുടെ ഗ്രൂപ്പുകളിലും പുസ്തകശാലകളിലും പുസ്തകം വിറ്റഴിക്കാൻ $1 കമ്മീഷൻ കൊടുത്താലും അത് ലാഭമായിരിക്കും. പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണ ചെലവുകൾ തുച്ഛമായിരിക്കും. ഹോൾസെയിലായി $2.50 മെയിൻ ഓർഡറിന് $3.50 ഈടാക്കും. നിരൂപണങ്ങളും പരസ്യങ്ങളും വരുമ്പോൾ തീർച്ചയായും ലോഡ് കണക്കിന് പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെടും. It was, but Henry was noted. മുഖവിലയുടെ 25% സ്റ്റോക്കുമായി കമ്പനിക്ക് രൂപം നൽകാനാണ് ഗുണകാംക്ഷികൾ നിർദ്ദേശിച്ചത്. ന്യൂയോർക്കിലെ മധ്യാസക്തരും സുഹൃത്തുക്കളും ഈ ഷെയറുകളുടെ 1/3 പണം കൊടുത്ത് വാങ്ങണം. ബാക്കിയുള്ള 2/3 എനിക്കും ഹെൻറിക്കും ഇടയിൽ വീതം വെക്കണം. I laid this information, but Henry was not depressing. He had been sitting up nights working on a prospectus. The main arguments were these. Harper had said the book was going to be a good one, and even if we paid our groups and outside bookstores $1 a book for the distributions, there would still be a whopping profit margin. The book could be printed at a very low cost and sold for $2.50, wholesale for $3.50 by mail order. And when the reviews and other publicity get rolling, you were certain there would be sales by the carload. The prospectus suggested the company be formed with a stock of $25 for value. The New York alcoholics and their friends would buy 1/3 of these shares for cash. The other 2/3 would be distributed between Henry and me for our work. To mollify, the New York alcoholics and their friends could buy 1/3 of these shares for cash. The others 2/3 would be distributed between Henry and me for our work. To mollify the trustees, it was decided that the others' royalty, which would ordinarily be mine, I could go to the Alcoholic Foundation. To the prospectus, Henry attached a chart which showed the estimated profits on sale of 1 lakh or 5 lakh and even 1 million books. I have now forgotten just that his hopes were, but they were fantastic. I was not quite so optimistic, but I did feel sure the proceeds of the book would enable several of us to become full-time workers and to set up a general headquarters for our society. Whether this worked out or not, I was nevertheless convinced that our fellowship ought to own and control its own literature.
Our enterprises still lacked two essentials. It was not incorporated and it did not to have the name. Henry took care of these matters. Since the forthcoming volume would be only the first of many such works, he thought our publishing company should be called Works Publishing Incorporated. This was all right with me, but I protested that we had no incorporation on which to base shares and that incorporation would take money. Next day, I found that Henry had bought a pad of blank stock certificate in stationery store, and across the top of each certificate and typed this legend: Works Publishing Incorporated, per value $25. At the bottom, there was a signature: Henry P. President. When I protested these irregularities, Henry said there was no time to waste. Why be concerned with the small details? So the great enterprise was launched. It remarked to be seen if it would float. Henry knew every stratagem of the super salesman, and he got right down to work. He descended like a whirlwind on the New York alcoholics and some of their friends, suggesting that they take stock in the glittering new venture. I was no second writer at this sort of things myself, and I followed right along. Well, we did not sell even one of our proposed 600 shares of Works Publishing, cheap as we claimed it was. The New York alcoholic said, "You fellow have certainly got nerve. But what made you think that we would buy stock in a book not at a return?" But Henry, not discouraged, he still had ideas. "Bill," he said, "you and I know no, this book is going to sell, and Harper thinks it will sell. But this New York drunks just do not believe it. Some take it as a joke, and the rest take high and holy about mixing a spiritual enterprise with money and promotion. But if they really did think that the book would sell, they would buy the stock all right and fast. So why don't do we go up and see the Reader's Digest people and find out if they will print a piece about our fellowship and this book. If the runs an article about us, we will sell these books by the carloads. Anybody can see that. Even this tightwad ranks. So what are we waiting for? Let's go. അപ്പോൾ ട്രസ്റ്റിമാരുടെ മുന്നിൽ ന്യൂയോർക്കിലെ മധ്യാസക്തരും സുഹൃത്തുക്കളും ഈ ഷെയറുകളുടെ മൂന്നിലൊന്ന് പണം കൊടുത്ത് വാങ്ങണം. ബാക്കിയുള്ള മൂന്നിൽ രണ്ട് ഭാഗം എനിക്കും ഹെൻറിക്കും ഇടയിൽ വീതം വെക്കണം. ട്രസ്റ്റിമാരെ ശാന്തരാക്കാനായി ഒരു നിർദ്ദേശം കൂടി ഞങ്ങൾ വെച്ചു. എഴുത്തുകാരന്റെ റോയൽറ്റി ആൽക്കോളിക് ഫൗണ്ടേഷന് ലഭിക്കും. ശരിക്കും അതും എനിക്കാണ് ലഭിക്കേണ്ടത്. പക്ഷേ ലക്ഷങ്ങളോ 5-10 ലക്ഷങ്ങളോ പുസ്തകങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലാഭത്തിന്റെ ഒരു പട്ടിക ഹെൻറി അവിടെ അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ എന്തായിരുന്നു എന്ന് ഞാനിപ്പോൾ മറന്നുപോയി. പക്ഷെ അത് അത്ഭുതവാഹമായിരുന്ന പ്രതീക്ഷകളായിരുന്നു. ഞാൻ അത്ര ശുഭാപ്തി വിശ്വാസിയായിരുന്നില്ലെങ്കിലും പുസ്തകത്തിന്റെ നീക്കം മൂലം ഞങ്ങളിൽ പലരും മുഴുവൻ സമയ പ്രവർത്തകരാകുമെന്നും കൂട്ടായ്മയ്ക്ക് ഒരു കേന്ദ്ര ഓഫീസ് ഉണ്ടാകുവാൻ കാരണമാകുമെന്നും ഞാൻ വിശ്വസിച്ചു. ഇതൊക്കെ നടന്നാലും ഇല്ലെങ്കിലും കൂട്ടായ്മയ്ക്ക് സ്വന്തമായ ഒരു സാഹിത്യം വേണമെന്ന കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നില്ല. നമ്മുടെ പ്രസ്ഥാനത്തിന് ഇപ്പോഴും 2 പോരായ്മകളുണ്ട്. ഇപ്പോഴും അത് സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല. അതിന് ഒരു പേരുമില്ല. ഈ കാര്യങ്ങൾ ഹെൻറി ഏറ്റെടുത്തു. പുറത്തു വരുന്ന ഈ വാക്യം ആകട്ടെ വരാനിരിക്കുന്ന അനേകം നമ്മുടെ പ്രസ്ഥാനത്തിന് ഇപ്പോൾ 2 പോരായ്മകളുണ്ട്. ഇപ്പോഴും അത് സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല. അതിനൊരു പേരുമില്ല. ഈ കാര്യങ്ങൾ ഹെൻറി ഏറ്റെടുത്തു. പുറത്തു വരുന്ന ഈ വാക്യമാകട്ടെ വരാനിരിക്കുന്ന അനേകം വർക്കുകളുടെ ഒരു തുടക്കം മാത്രമാണ്. അതുകൊണ്ട് വർക്ക് പബ്ലിഷിംഗ് കമ്പനി എന്ന് നമുക്കതിനെ വിളിക്കാം. അതിനോട് ഞാൻ യോജിച്ചു. പക്ഷെ സംഘടിപ്പിക്കപ്പെടുന്നതിനോട് ഞാൻ യോജിച്ചില്ല. കാരണം സംഘടനയ്ക്ക് പണം വേണം. അടുത്ത ദിവസം സ്റ്റേഷനറി കടയിൽ നിന്ന് ഹെൻറി കുറെ ബ്ലാങ്ക് സ്റ്റോക്ക് സർട്ടിഫിക്കറ്റുമായി വന്നു. വർക്ക്സ് പബ്ലിഷിംഗ് മുഖവില $25. അടിയിൽ അതിന് ഒപ്പിട്ടു: ഹെൻറി പി. പ്രസിഡന്റ്. ഞാൻ അതിനെ എതിർത്തു. ഹെൻറി ഇങ്ങനെ പറഞ്ഞു: നമുക്ക് പാഴാക്കാൻ സമയമില്ല. നിസ്സാര കാര്യങ്ങൾ എന്തിന് പരിഗണിക്കണം? അങ്ങനെ ആ മഹാപ്രസ്ഥാനം ആരംഭിച്ചു. ഇത് പൊങ്ങിത്താഴുമോ എന്ന് നോക്കി ഞാനിരുന്നു. എല്ലാ വിൽപ്പന തന്ത്രങ്ങളും ഹെൻറിക്ക് അറിയാമായിരുന്നു. അയാൾ പ്രവർത്തനം ആരംഭിച്ചു. ന്യൂയോർക്കിലെ മധ്യാസക്തരുടെയും സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് ഹെൻറി ഒരു കൊടുങ്കാറ്റ് പോലെ കടന്നു ചെന്ന് തങ്ങളുടെ സാഹസിക സംരംഭത്തിന്റെ ഓഹരികൾ എടുക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഈ കാര്യങ്ങൾ ഞാനും ഒട്ടു പുറകിലായിരുന്നില്ല. ഞാനും നേരെ മുന്നോട്ട് തന്നെ പോയി. നിസ്സാര വിലയെന്ന് ഞങ്ങൾ അവകാശപ്പെട്ട 600 ഓഹരികളിൽ ഒന്നുപോലും വിറ്റഴിക്കപ്പെട്ടില്ല. ന്യൂയോർക്കിലെ മധ്യാസക്തർ പറഞ്ഞു തുടങ്ങി: നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ
വട്ടായി എന്ന് തോന്നുന്നു. എഴുതിയിട്ടില്ലാത്ത ഒരു പുസ്തകത്തിന്റെ ഓഹരികൾ വാങ്ങുമെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? പക്ഷെ ഹെൻറി നിരാശനായില്ല. അദ്ദേഹത്തിന് ആശയങ്ങളുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ബിൽ, എനിക്കും നിങ്ങൾക്കും അറിയാം ഈ പുസ്തകം വിൽക്കപ്പെടും. പക്ഷെ ന്യൂയോർക്കിലെ കുടിയന്മാർ അത് വിശ്വസിക്കുന്നില്ല. ചിലർ അതിനെ തമാശയായി കാണുന്നു. മറ്റു ചിലരാകട്ടെ ദിവ്യമായ ആത്മീയതയിൽ ഉയർന്നു നിന്നുകൊണ്ട് പണവും ആത്മീയതയുമായി ഇടകലർന്നിരിക്കുന്നെന്നും പ്രചരണമാണെന്നും തോന്നുന്നു. പക്ഷേ പുസ്തകം വിറ്റഴിയുമെന്ന് കരുതുന്നുവെങ്കിൽ അവർ ഓഹരികൾ വേഗത്തിൽ തന്നെ വാങ്ങും. എന്തുകൊണ്ട് നമുക്ക് റീഡേഴ്സ് ഡൈജസ്റ്റുകാരെ പോയി കണ്ട് പുസ്തകത്തെക്കുറിച്ച്, നമ്മുടെ കൂട്ടായ്മയെക്കുറിച്ച് ലേഖനം എഴുതാൻ സാധിക്കുമെന്ന് ശ്രമിച്ചുകൂടാ? റീഡേഴ്സ് ഡൈജസ്റ്റ് ലേഖനം എഴുതിയാൽ പുസ്തകം കെട്ടുകണക്കിന് വിറ്റഴിയും. ആർക്കും ഇത് മനസ്സിലാകും. പിശുക്കന്മാരായ കുടിയന്മാർക്കും. നമ്മൾ എന്തിന് കാത്തിരിക്കണം? മുമ്പോട്ട് പോകുക തന്നെ. 2 days later, at Pleasantville, New York, we sat in the office of Mr. Kenneth Payne, then managing editor of the Digest. We drew a glowing picture of our fellowship and its book to be. We mentioned the high interest of Mr. Rockefeller and some of his friends. Mr. Payne was interested. After a while, he said, I am almost sure the Digest would like to handle this story, though, of course, I will have to check it up with the other editors. Personally, I think it is just the sort of things we are looking for. When your book is ready as next spring, let me know, and I think we can put a feature writer to work. This would be a great story, but of course I must check it up with the staff first. That's understood, isn't it? Henry and I reached for our hats and sped for New York. Now we had real ammunition. That very night we started a fresh canvas. Yes, please. 1 second. Okay, sorry. Henry and I reached for our hats and sped for New York. Now we had a real ammunition. That very night we started a fresh canvases, and the former doubters began to sign up. Nearly everybody was broke at the time, so we made things easy for them. They could buy their shares on the installment plan, $5 a month for 5 months for each shares. Many could afford only a single share. When the trustees were brought up to date, the loyalty pitched into. Some AS had friends who signed up for the small amounts. Certain of my old Wall Street uh, cronies tossed in a few chips. People like Dr. Silkworth and Dr. Tybot lent a hand. Soon we had a subscription of 200 shares, which amounted to $5,000, and a little actual money began to come in. However, the subscribers were not animated wholly by commercialism. After receiving just a little assurance that they might someday get their money back, they really got behind the deal. At 17th William Street, Newark, New Jersey, Henry had an office which was the headquarters for a rapidly failing business. He also had a secretary named Ruth Hawk, who was not to become one of his real pioneers. The other assets consisted of a huge desk and some plush furniture. Each morning I traveled all the way from Brooklyn to New York there, pacing up and down in Henry's office. I began to dictate rough drafts of the chapters of the coming book, as we seemed unable to come up with any genuine outline for the publications. I worked from a hastily drawn up list of possible chapter headings. Week after week, Henry raced around among the stock subscribers, prodding them for their installments. In addition to this dribble of money, we were able to secure $2,500 from Mr. Charles B. Towns. Most of these funds had to be devoted to office expenses and groceries for Henry, Ruth, Louis, and myself. And we kept going to this basis until April 1913, the publication date of the book Alcoholics Anonymous. As the chapters were slowly roughed about, I had them to the New York group at its weekly meetings in our parlor at Clinton Street, and copies were sent to Dr. Bob for checking and criticism in Akron, where we had nothing but the warmest support. But in the New York meetings, the chapters got a really mauling.
I redacted them, and Ruth retyped them over and over. In spite of the heated arguments, the New York group's criticism did help a lot, and to some extent, their enthusiasm and confidence increased. So the job went until we reached the famous chapter 5. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ന്യൂയോർക്കിൽ പ്ലസന്റ് വില്ലയിലെ റീഡേഴ്സ് ഡൈജസ്റ്റിന്റെ ഓഫീസിൽ ഇരിക്കുകയായിരുന്നു. അന്നത്തെ മാനേജിംഗ് ഡയറക്ടറായ കെന്നത്ത് പൈനിന്റെ മുന്നിൽ ഞങ്ങൾ പുസ്തകത്തെക്കുറിച്ചും ഞങ്ങളുടെ കൂട്ടായ്മയെക്കുറിച്ചും ഒരു തിളങ്ങുന്ന ചിത്രം അവതരിപ്പിച്ചു. റോക്ക്ഫെല്ലർക്കും മറ്റു ചില സുഹൃത്തുക്കൾക്കുമുള്ള ഞങ്ങളിന്മേലുള്ള വലിയ താല്പര്യത്തെക്കുറിച്ചും അദ്ദേഹത്തോട് സൂചിപ്പിച്ചു. മിസ്റ്റർ പൈനിന് താല്പര്യം തോന്നി. അല്പസമയം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഡൈജസ്റ്റ് ഈ കഥ കൈകാര്യം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എനിക്ക് മറ്റ് എഡിറ്റർമാരുമായി ആലോചിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം കഥകൾക്ക് വേണ്ടി തന്നെയാണ് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത വസന്തത്തിൽ പുസ്തകം ഇറങ്ങുമ്പോൾ ഒരു ഫീച്ചർ എഴുതാമെന്ന് ഞങ്ങൾ കരുതുന്നു. അത് ഒരു വലിയ കഥയായിരിക്കും. പക്ഷേ ഞാൻ ജോലിക്കാരുമായി ഒന്ന് സംസാരിക്കട്ടെ, നിങ്ങൾക്കത് മനസ്സിലാകുമല്ലോ. ഹെൻറിയും ഞാനും തൊപ്പിയും എടുത്ത് ന്യൂയോർക്കിലേക്ക് പാഞ്ഞു. ഞങ്ങൾ ശരിക്കുമുള്ള വെടിമരുന്ന് കിട്ടിയിരിക്കുന്നു. അന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരു പുതിയ ക്യാൻവാസ് എടുത്തു. മടിച്ചു നിന്നവർ ഒപ്പുകൾ രേഖപ്പെടുത്തി തുടങ്ങി. എല്ലാവരും തന്നെ തകർന്നിരിക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങൾ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തു. $5 ഇൻസ്റ്റാൾമെന്റുകളായി 5 മാസം കൊണ്ട് പണമടച്ച് $25 ഓഹരികൾ വാങ്ങാം. പലർക്കും ഒരൊറ്റ ഓഹരി മാത്രമേ വാങ്ങാനാവുന്നുള്ളൂ. ട്രസ്റ്റിമാരെ ഏറ്റവും പുതിയ വിവരങ്ങൾ ധരിപ്പിച്ചപ്പോൾ അവരും മാന്യമായി പ്രതികരിച്ചു. എയുടെ ചില സുഹൃത്തുക്കൾ ചെറിയ തുകകൾക്കുള്ള കരാറുകൾ ഒപ്പുവെച്ചു. വാൾസ്ട്രീറ്റിലെ എൻ്റെ ചില ഉറ്റ സുഹൃത്തുക്കൾ അനുകൂലിച്ച് തലയാട്ടി. സിൽക്ക് വർത്തിനെയും ഡോക്ടർ ടൈബോട്ടിനെയും പോലുള്ളവർ സഹായഹസ്തമായി എത്തി. 200 ഓഹരികൾ ഞങ്ങൾ വിറ്റിരിക്കുന്നു. അതായത് $5000 പണം കുറേശ്ശെയായി എത്തിത്തുടങ്ങിയിരിക്കുന്നു. പക്ഷെ ഗുണഭോക്താക്കൾ ഈ വ്യവസ്ഥയിൽ അത്ര ഉത്സാഹം കാട്ടിയില്ല. പണം തിരികെ ലഭിക്കുമെന്ന് ചെറിയൊരു ഉറപ്പ് ലഭിച്ചപ്പോൾ അവർ ആ കച്ചവടത്തിന് പിന്നിൽ നിന്നു എന്ന് മാത്രം. ന്യൂയോർക്കിൽ ജേഴ്സിയിൽ 17 നമ്പർ വില്യം സ്ട്രീറ്റിൽ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കുതിക്കുന്ന ഒരു ബിസിനസ് ഓഫീസ് ഉണ്ടായിരുന്നു ഹെൻറിക്ക്. എയുടെ ഒരു യഥാർത്ഥ മുൻഗാമിയാകാനിരിക്കുന്ന റൂത്ത് ഹോക്ക് എന്നു പേരുള്ള ഒരു സെക്രട്ടറിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു വലിയ ഡെസ്കും കുറച്ച് ഫർണിച്ചറുകളുമായിരുന്നു മറ്റ് ആസ്തികൾ. എല്ലാ ദിവസവും രാവിലെ ഞാൻ ആ ബ്രുക്ലിനിലെത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പിന്നീട് വരാനിരിക്കുന്ന പുസ്തകത്തിന്റെ അധ്യായങ്ങളുടെ ഡ്രാഫ്റ്റുകൾ റൂത്തിന് പറഞ്ഞു കൊടുക്കും. ഏതെങ്കിലും ഭാഗം പ്രസിദ്ധീകരണത്തിന് യോഗ്യമല്ലെന്ന് കണ്ടാൽ പെട്ടെന്ന് സാധ്യമായ അധ്യായത്തിന്റെ തലവാചകത്തിൽ നിന്ന് വീണ്ടും തുടങ്ങും. ഹെൻറി സ്റ്റോക്ക് ഗുണഭോക്താക്കൾക്കിടയിൽ അവരുടെ തവണകൾ അടയ്ക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് കറങ്ങി നടക്കും. ഈ തുച്ഛ ധനശേഖരം കൂടാതെ $2500 ചാൾസ്ബി ടൗൺസിൽ നിന്ന് ലഭിക്കാനിട വന്നു. 1939 ഏപ്രിൽ മാസത്തിൽ ആൽക്കോളിക്സ് അനോണിമസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് വരെ ഈ തുക ഹെൻറിയുടെ ഓഫീസ് ചെലവുകൾക്കും എന്റെയും ഹെൻറിയുടെയും റൂത്തിന്റെയും ലൂയിസിന്റെയും നിത്യ ചെലവുകൾക്കും വേണ്ടി ഉപയോഗിച്ചു. അധ്യായങ്ങൾ എഴുതി തീരുന്നതിനനുസരിച്ച് ഞങ്ങളുടെ ക്ലിന്റൺ സ്ട്രീറ്റിലെ പാർലറിൽ ആഴ്ചതോറും ചേർന്ന മീറ്റിംഗിൽ അത് വായിക്കുകയും അതിന്റെ കോപ്പികൾ ഞങ്ങൾ ഡോക്ടർ ബോബിന് അയച്ചു കൊടുക്കുകയും അത് അവിടെ പരിശോധിക്കുകയും വിമർശനങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. അക്രോണിൽ നിന്ന് ലഭിച്ചത് ഊഷ്മളമായ പിന്തുണ മാത്രമാണ്. പക്ഷെ ന്യൂയോർക്ക് മീറ്റിംഗിൽ അത് ശരിക്കും മാന്തിക്കീടി പരിശോധിച്ചു. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുകയും റൂത്ത് വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്യുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ന്യൂയോർക്ക് ഗ്രൂപ്പിലെ ചൂടുപിടിച്ച തർക്കങ്ങൾ പ്രയോജനപ്പെടുകയും ഒരു പരിധിവരെ അവർക്ക് അത് വിശ്വാസവും താല്പര്യം വർദ്ധിക്കുകയും ചെയ്തു. പ്രസിദ്ധമായ 5ാം അധ്യായം വരെ ജോലി തുടർന്നു. So the job went until we reached the famous chapter 5. Up to that time, I had done my own story and had drafted 3 more chapters with the titles There is a Solution, More About Alcoholism, and We Agnostics. It was now realized that we had enough background and a window dressing material, and this point we would have to tell how our program for recovery from alcoholism really worked. The backbone of the book would have to be fitted in right here. The problem had secretly worried the life out of me. I had never written anything before, and neither had any other member of the New York group. Progress on the book and had been too slow for several of the stock subscribers, and they had slacked off on their contributions. The hustling over the 4 chapters already finished had really been terrified. I was exhausted. On many a day, I felt like throwing the book out of the window. I was in anything but a spiritual mode on the night when the 12 steps of Alcoholism were written. I was sore and tired clear through. I lay in bed at 182 Clinton Street with a pencil in hand and with a tablet of scratch paper into my
at my on my knee. I could not get my mind on the job, most less put my head in. But there was one of those things that had to be done. Slowly, my mind came into some kind of focus. Since Abi's visit to me in the fall of 1944, we had gradually evolved that we called the word of mouth program. Most of the basis ideas had come from the Oxford groups, William James and Dr. Silkwood. Though subject to considerable variation, it all boiled down into a pretty consistent procedure which comprises 6 steps. These were approximately as follows. One, we admitted that we were powerless over alcohol. Two, we made a moral inventory of our defects, our sins. Three, we confessed or shared our shortcomings with another person in confidence. Four, we made restitutions to all those we had harmed by our drinking. Five, we tried to help our other alcoholics with no thought of reward in money or prestige. Six, we prayed to whatever God we thought there was for power to practice these prescriptions. This was the substance of what by the fall 1938, we were telling newcomers several of the sport groups' other ideas and attitudes had been definitely rejected, including any which could involve us in theological controversy. In as important matters, there will still con- അധ്യായം പ്രസിദ്ധമായ അധ്യായം 5 അധ്യായം വരെ ജോലി തുടർന്നു. അതുവരെ ഞാൻ കഥ എഴുതുകയും ഒരു പരിഹാരമുണ്ട്, മദ്യാസക്തിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ, അജ്ഞേയവാദികളായ ഞങ്ങൾ എന്നീ അധ്യായങ്ങൾ എഴുതി തീർത്തിരിക്കുകയും ചെയ്തിരുന്നു. ഒരു കാര്യം മനസ്സിലായി, ഇതുവരെ നമുക്ക് ആവശ്യത്തിന് പശ്ചാത്തലങ്ങളും ആകർഷകമായ വസ്തുതകളും ഉണ്ടായിരുന്നു. ഇനി യഥാർത്ഥത്തിൽ മദ്യാസക്തിയിൽ നിന്ന് മോചനം നേടുന്ന പരിപാടി എന്താണെന്ന് വ്യക്തമായി ചേർക്കേണ്ടിയിരിക്കുന്നു. പുസ്തകത്തിന്റെ നട്ടെല്ല് ഇവിടെ ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഈ പ്രശ്നം രഹസ്യമായി എന്റെ ജീവിതത്തെ അലട്ടാൻ തുടങ്ങി. ന്യൂയോർക്ക് ഗ്രൂപ്പിലെ ആരെങ്കിലുമോ ഞാനോ ഇതിനു മുമ്പ് ഒന്നും എഴുതിയിട്ടില്ല. സ്റ്റോക്ക് ഗുണഭോക്താക്കളിൽ പലർക്കും പുസ്തകത്തിന്റെ പുരോഗതി വളരെ പതുക്കെയാണ് എന്ന് തോന്നി തുടങ്ങി. സംഭാവനകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. എഴുതി തീർന്ന 4 അധ്യായങ്ങളെക്കുറിച്ചുള്ള വഴക്കുകൾ രൂക്ഷമായി. ഞാൻ തളർന്നിരിക്കുന്നു. പല ദിവസവും ഞാൻ ചിന്തിച്ചു, ഈ പുസ്തകം ജനൽ വഴി എറിഞ്ഞു കളഞ്ഞാലോ എന്ന ഇത്തരം എന്തോ ഒരു ആത്മീയ മനോനിലയാണ് എനിക്ക് വന്നത്. ഒരു രാത്രിയിൽ 7 പടികൾ എഴുതി തീർത്തത് ഒറ്റ രാത്രി കൊണ്ടാണ്. ഞാൻ തീർത്തും ക്ഷീണിതനായിരുന്നു. 182 ക്ലിന്റൺ സ്ട്രീറ്റിൽ ഞാൻ ബെഡിൽ കിടന്നു. കയ്യിൽ ഒരു പെൻസിലും കാൽച്ചുവട്ടിൽ കുത്തിക്കുറിച്ച കുറെ പേപ്പറുകളും. എന്റെ മനസ്സ് ഈ ജോലിയുമായി ഒത്തുപോകുന്നില്ല. ഹൃദയം അതിൽ നിൽക്കുന്നില്ല. ഇവിടെയാണ് എന്തോ ഒന്ന് ചെയ്യാനുള്ളത്. സാവധാനത്തിൽ എന്റെ മനസ്സ് എന്തോ ഒന്നിൽ ഏകാഗ്രമായി. 1934 അവസാനം എബിയുടെ സന്ദർശനത്തിന് ശേഷം എന്തോ ഒന്ന് ഉരുത്തിരിഞ്ഞു. ഞങ്ങൾ അതിനെ മുഖാമുഖം പരിപാടി എന്ന് വിളിച്ചു. പ്രധാന ആശയങ്ങൾ വന്നത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്നും വില്യം ജെയിംസിൽ നിന്നും സിൽക്ക് വർത്തിൽ നിന്നുമാണ്. ആവശ്യമായ മാറ്റങ്ങളുമായി കൃത്യമായ പദ്ധതികളും പരിപാടികളുമായി അത് 6 പടികളിലേക്ക് ഒതുക്കി. അവ ഏകദേശം ഇങ്ങനെയായിരുന്നു. 1, ഞങ്ങൾ തോൽവി സമ്മതിക്കുന്നു, അതായത് മദ്യത്തിന് മുമ്പിൽ ഞങ്ങൾ ശക്തിഹീനരാണ്. 2, ഞങ്ങളുടെ പോരായ്മകളും തെറ്റുകളും ഞങ്ങൾ വിലയിരുത്തി. 3, ഞങ്ങളുടെ കുറവുകൾ മറ്റൊരാളുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയോ ഏറ്റുപറയുകയോ ചെയ്തു. 4, ഞങ്ങളുടെ കുടി കൊണ്ട് ഉപദ്രവിച്ചവരോട് ഞങ്ങൾ പരിഹാരം ചെയ്തു. 5, പണമോ പ്രശസ്തിയോ ആഗ്രഹിക്കാതെ ഞങ്ങൾ മറ്റു മദ്യപാനികളെ സഹായിക്കാൻ ശ്രമിച്ചു. 6, ഈ തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ട ശക്തിക്കായി ഞങ്ങൾ ഉണ്ട് എന്ന് കരുതുന്ന ദൈവത്തോട് അപേക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറെ ആളുകളെ സ്ഥലങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞേക്കണേ. ഫസ്റ്റ് ഫ്രണ്ട് മെഡിസിൻ അത് വായിക്കാം. വില്യം സിൽക്വർത്തിനെ കുറിച്ചാണ്. ഫസ്റ്റ് ഫ്രണ്ട്സ് ഓഫ് മെഡിസിൻ, വില്യം ഡങ്കൻ സിൽക്വർത്ത് MD. This is the doctor who treated Bill in the beginning and was with him during his experience in Towns Hospital. Silky had a greater faith in our society than we did ourselves at first. He encouraged us and endorsed us openly when we were almost unknown. He gave us knowledge of the nature of our disease, physical allergy plus mental obsessions. He made indispensable contributions to the development of the AA program of recovery. During his lifetime, the kindly little doctor treated 40,000 alcoholics. Dr. Silkworth epitomizes the great understanding, the help that Alcoholics Anonymous has received from the medical profession. വൈദ്യശാസ്ത്ര രംഗത്തെ എയുടെ സുഹൃത്ത് വില്യം ഡങ്കൻ സിൽക്വർത്ത് MD ഈ ഡോക്ടറാണ് ബിൽ ഡബ്ല്യുവിനെ ആദ്യകാലത്ത് ചികിത്സിച്ചത്. ബിൽ ഡബ്ല്യുവിന് ടൗൺസ് ഹോസ്പിറ്റലിൽ വെച്ചാണ് അതിന്റെ ആത്മീയ അനുഭവം ഉണ്ടായത്. നമുക്ക് ആദ്യകാലത്ത്
നമുക്കുണ്ടായിരുന്നതിലധികം വിശ്വാസം നമ്മുടെ സമൂഹത്തിൽ സിൽക്ക് വർത്തിനുണ്ടായിരുന്നു, സിൽക്കിക്കുണ്ടായിരുന്നു. നാം അറിയപ്പെടാതിരുന്ന കാലത്ത് തന്നെ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. നമ്മുടെ രോഗത്തിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള അറിവ് അദ്ദേഹം നമുക്ക് തന്നു. ശാരീരികമായ അലർജിയും മാനസിക വിധേയത്വവും സുഖപ്പെടൽ പരിപാടിക്ക് അതുല്യമായ സംഭാവനകൾ അദ്ദേഹം നൽകി. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ദയാലുവായ ഈ ഡോക്ടർ 40,000-ഓളം മദ്യാസക്തരെ ചികിത്സിച്ചു. വൈദ്യശാസ്ത്ര രംഗത്ത് ആൽക്കോളിക്സ് അനോണിമസിന് ലഭിച്ച മഹത്തായ സഹായത്തിനും അംഗീകാരത്തിനും ഉത്തമ ഉദാഹരണമാണ് ഡോക്ടർ സിൽക്വർത്ത്. പിന്നീട് സിൽക്വർത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ദി ഇൻകംപാരബിൾ സിസ്റ്റർ ഇഗ്നേഷ്യ, ഡോക്ടർ ബോബ്സ് partner in pioneering the hospitalization of prospectus of AA members. The ministry of Dr. Bob, his wife Annie, Sister Ignatia, and Akron early time has set an example for the practice of AA 12 step that will remain for all time. എയുടെ ഭാവി നിർണ്ണയിച്ച തീരുമാനം എടുത്തത് അക്രോണിലെ മേഫ്ലെയർ. ഓക്കെ, അത് മേഫ്ലെയർ ഹോട്ടലിലുണ്ട്. Historic decision for AA's future was made at the point at the lobby of the Mayflower Hotel in Akron. Here, one co-founder turned away from the first drink to make a phone call that led to the other co-founder and to the chain of recovery that now extends around the world. എയുടെ ഭാവി നിർണ്ണയിച്ച തീരുമാനം എടുത്തത് അക്രോണിലെ മേഫ്ലെയർ ഹോട്ടലിലെ ഈ ലോബിയിൽ വെച്ചാണ് എടുത്തത്. ഇവിടെ വെച്ച് സഹസ്ഥാപകൻ ആദ്യത്തെ കുടി വീഴിച്ച് ഒരു ഫോൺ കോളിലൂടെ മറ്റൊരു സഹസ്ഥാപനെ കണ്ടെത്തി. സുഖപ്പെടലിന്റെ ഈ ചങ്ങല ലോകം മുഴുവൻ വ്യാപിച്ചു. പിന്നെ പറഞ്ഞത് സിസ്റ്റർ ഇഗ്നേഷ്യനെ കുറിച്ചാണ്. ഡോക്ടർ ബോബിന്റെ പാർട്ണറായിരുന്നു അവര്. പ്രത്യേകിച്ച് മദ്യാസക്തരായിട്ടുള്ള അല്ലെങ്കിൽ AA മെമ്പേഴ്സ് ആകാൻ വേണ്ടി വരുന്ന ആളുകളെല്ലാം ചികിത്സിച്ചിരുന്ന അവിടെയാണ്. The ministry of Dr. Bob, his wife Annie, Sister Ignatia, and Akron early time has set the example for the practice of AA 12 step will remain for all time. അപ്പൊ 12 പടി പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഡോക്ടർ ബോബും ആനിയും സിസ്റ്റർ ഇഗ്നേഷ്യയും അക്രോണിലെ ആദ്യകാല മെമ്പേഴ്സും നല്ല സഹായം നൽകി. അടുത്ത ഭാഗം ഫസ്റ്റ് സൈക്കാട്രിക്സ് to recognize the work of Alcoholics Anonymous and to use AA principle in his own practice was Dr. Henry Tybalt. Since his first exposure to our fellowship in 1939, Dr. Harry has continued to endorse AA to these psychiatric professions. Together with the doctors Kirby Collier, Foster Kennedy, Evis Hammer, Dudley Soul, and others, Dr. Tybalt had a hastened and depends the worldwide acceptance of AAs among men of medicine. Symbol of approval of AA by the medical profession is the Lasker Award, presented to Alcoholics Anonymous in San Francisco in 1951, the gift of Albert and Mary Lasker, and the recommendations of the 12,000 physicians of the American Public Health Association. ഇപ്പോൾ ഇവിടെ ആൽക്കോളിക്സ് അനോണിമസ് ഇപ്പൊ ലാസ്കർ അവാർഡിനെ കുറിച്ചും ഡോക്ടർ ടൈബോട്ടിനെ കുറിച്ചും ആദ്യ സിസ്റ്റർ ഇഗ്നേഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സിൽക്വർത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഡോക്ടർ ടൈബോട്ടിനെ കുറിച്ച് ലാസ്കർ അവാർഡിനെ കുറിച്ചും പറഞ്ഞ ഭാഗം നോക്കാം. ആൽക്കോളിക്സ് അനോണിമസിനെയും അതിന്റെ തത്വങ്ങളെയും ആദ്യമായി തിരിച്ചറിഞ്ഞ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ഹാരി എം ടൈബോട്ട് 1939 നമ്മുടെ കൂട്ടായ്മയെ അംഗീകരിച്ച ശേഷം തുടർന്ന് അദ്ദേഹത്തിന്റെ മനഃശാസ്ത്ര തൊഴിൽ എയും കൂടി കൂട്ടിച്ചേർത്തു. ഒപ്പം ഡോക്ടർ കിർബി കോയ്ലർ, ഹോസ്റ്റർ ഹെന്നഡി എന്ന വൈസ് ഹാമർ, ഡസ്ലി സോൾ തുടങ്ങിയവരും ലോകത്താകമാനം പ്രചരിപ്പിക്കാൻ ഡോക്ടർ ടോയ്ബോട്ട് നമ്മളെ സഹായിച്ചു. അംഗീകാരത്തിന്റെ പ്രതീകം വൈദ്യശാസ്ത്രം നൽകുന്ന ലാസ്കർ അവാർഡ് 1951 സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് നൽകപ്പെട്ടത്. ആൽബർട്ടിന്റെയും മേരി ലാസ്കറുടെയും സമ്മാനം. അമേരിക്കൻ ഹെൽത്ത് അസോസിയേഷനിലെ ഡോക്ടർമാരുടെ അടക്കം അതിന് നമുക്ക് അംഗീകാരം ലഭിച്ചു. അമേരിക്കൻ പബ്ലിക് ഹെൽത്തിന്റെ അംഗീകാരവും ലഭിച്ചു. അടുത്തത് ഒരു കോഫി പോട്ടിന്റെ കഥയാണ്. അപ്പൊ ദിസ് ഈസ് വേർ ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ്. ദ ഹൗസ് right where Dr. Bob and Annie lived in Akron, where Bill and Dr. Bob applied the first principle of recovery, where Louis and Annie laid the groundwork of what would one day be called the family groups. The actual coffee pot that Annie used to make the first AA coffee is shown above. Dr. Bob and Bill's very first got together took place in gatehouse of the Cyberling estate in Akron.
ഇവിടെയാണ് എല്ലാം ആരംഭിച്ചത്. ഡോക്ടർ ബോബ് മാനിയും താമസിച്ച വീട്, ബില്ലും ഡോക്ടർ ബോബും സുഖപ്പെടൽ പദ്ധതിയുടെ ആദ്യ തത്വങ്ങൾ പ്രയോഗിച്ച സ്ഥലം, ലൂയിസ് മാനിയും അതിന്റെ അടിത്തറ പാകിയവർ, പിന്നീട് അത് ഫാമിലി ഗ്രൂപ്പ് എന്നറിയപ്പെട്ടു. ആദ്യ കാപ്പി ഉണ്ടാക്കിയ പാത്രമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഡോക്ടർ ബോബും ബില്ലും കണ്ടുമുട്ടിയ സൈബർ ലിങ്കിന്റെ ഗേറ്റ് ഹൗസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3-4 ചിത്രങ്ങളാണ് കൊടുത്തേക്കണേ. അടുത്തത് ഒരു വെസ്റ്റേൺ യൂണിയൻ ടെലഗ്രാം, July 3, 1955, Alcohols Anonymous, Kale Auditorium. Please convey to all who participated in your 20th anniversary gathering my good wishes for a successful meeting. Your society is a record of growth and service, is an inspiration of those who through research, perseverance and faith love forward to the solution of many serious personal and public health problems. ഡി ഐസനോവർ. ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു നോട്ടാണ് കൊടുത്തേക്കുന്നത്. ആൽക്കോൾസ് അനോണമസ്, കേൽ ഓഡിറ്റോറിയം, സെന്റ് ലൂയിസ്. അയച്ചിരിക്കുന്നത് ദ വൈറ്റ് ഹൗസ്, വാഷിംഗ്ടൺ DC, July 3, 1965 അയച്ചേക്കുന്നത്. നിങ്ങളുടെ 20ാം വാർഷികത്തിൽ പങ്കെടുത്ത എല്ലാവരെയും എൻ്റെ ആശംസകൾ അറിയിക്കുക. നിങ്ങളുടെ സമൂഹത്തിന്റെ വളർച്ചയുടെ റെക്കോർഡ് വ്യക്തിപരവും സാമൂഹികവും ആരോഗ്യകരവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഗവേഷകർക്ക് പ്രചോദനമാണ്. ഡി ഐസനോവർ. അത് കഴിഞ്ഞിട്ട് ഭാഗത്തൊരു പടവും കൊടുത്തിട്ടുണ്ട്. ബ്രുക്ലിനിലെ ക്ലിന്റൺ സ്ട്രീറ്റിലെ ബ്രുക്ലിൻ, അതിന്റെ ബിൽ ഡബ്ല്യുവിന്റെ വീടാണ്. നമുക്കത് വായിക്കാം. ദ ഹൗസ് ഇൻ ക്ലിന്റൺ സ്ട്രീറ്റ്, ബ്രുക്ലിൻ. ഇൻ ദ ബേസ്മെന്റ് സ്റ്റുഡ് ദ ഫേമസ് കിച്ചൺ ടേബിൾ അക്രോസ് which AB brought the message to Bill. Here the first meeting in New York were held. This was Bill and Louis' home, from which they were evicted when the mortgage was foreclosed. They now live in a home, and thousands of years have visited in Bedford Hills, New York. Nearby is the shack where Bill works at the desk shown below. ബ്രുക്ലിൻ ക്ലിന്റൺ സ്ട്രീറ്റിലെ വീട്, ബേസ്മെന്റിലെ കിച്ചൺ മേശയിൽ AB ബില്ലിന് സന്ദേശവുമായി വന്നു. ഇവിടെയാണ് ന്യൂയോർക്കിലെ ആദ്യ മീറ്റിംഗുകൾ നടന്നത്. പണയ വ്യവസ്ഥ തെറ്റിച്ചതിനാൽ, മോർഗേജ് തെറ്റിച്ചതിനാൽ ബില്ലും ലൂയിസും അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു. ഇപ്പോൾ അവർ താമസിക്കുന്ന ആയിരക്കണക്കിന് അംഗങ്ങൾ സന്ദർശിക്കാറുള്ള ന്യൂയോർക്കിലെ ബെഡ്ഫോർഡ് ഫീൽഡിലെ വീട്ടിലാണ്. ബിൽ ജോലി ചെയ്ത എഴുത്തുമേശ ഉൾക്കൊള്ളുന്നതാണ് ഇത്. അവിടെ അതിനകത്തൊക്കെ പടം കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുത്തിരിക്കുന്നത് സാം ഷുമാക്കറുടെ പടം. നോക്കാം. സാം ഷുമാക്കറുടെ കാൽവരി മിഷന്റെ പടവും കൊടുത്തിട്ടുണ്ട്. സാം ഷുമാക്കറുടെ പടവും കൊടുത്തിട്ടുണ്ട്. This is Sam Schumacher, the Episcopal clergyman whose teachings inspired the co-founders and early members of AA. Bill says, Sam, utter honesty, his forthrightness, his almost terribly sincerity struck me deep. It was from him that Dr. Bob and in the beginning absorbed most of the principles that were afterward embodied in the 12 steps. Sam Schumacher gave us concrete knowledge of what we could do about our illness. He passed on the spiritual keys by which we were liberated. In the days of Sam, great help to AA meetings were often held in the homes of friends such as T. Henry and Clarence Williams in Akron. The meetings here were the beginning of AA group. ഇത് സാം ഷുമാക്കർ, ഇദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളാണ് ആദ്യകാലത്തെ സഹസ്ഥാപകരെ ആദ്യകാല AA അംഗങ്ങളെ സ്വാധീനിച്ചത്. ബിൽ പറയുന്നു, അദ്ദേഹത്തിന്റെ കടുത്ത സത്യതയും നേരായ രീതികളും ആത്മാർത്ഥതയും തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. 12 പടികളിൽ കാണുന്ന പല തത്വങ്ങളും ഞാനും ഡോക്ടർ ബോബും സ്വീകരിച്ചത് അദ്ദേഹത്തിൽ നിന്നാണ്. നമ്മുടെ രോഗത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം കൃത്യമായ ഒരു വിവരം നമുക്ക് നൽകി. നാം സ്വതന്ത്രരാക്കപ്പെട്ട ആത്മീയതയുടെ താക്കോൽ അദ്ദേഹമാണ് തന്നത്. സാമിന്റെ സഹായം ലഭിച്ച ആ കാലത്ത് അക്രോണിലെ ടി ഹെൻറിയുടെയും ക്ലാരൻസ് വില്യംസിന്റെ വീട്ടിലാണ് മീറ്റിങ്ങുകൾ നടന്നത്. ഈ മീറ്റിങ്ങുകളാണ് AA ഗ്രൂപ്പ് നമ്പർ 1. അടുത്തത് ഫാദർ എഡിനെ കുറിച്ചാണ്. This is Father Ed, the Catholic priest whose personal influence and work for AA have done so much to make our society what it is. Father Edward Dowling of the Jesuit order helped to start the first AA meeting, AA group in St. Louis.
friends, advisor, great example. He has been all of this to us and more and more. Whether I was I was in joy or in pain, one of a has written. Written, he has always brought to the same sense of the grace and the presence of God. He is made of the stuff of the saints. Many who meet Ed Dowling experience this touch of the eternal. At the same time, he himself he has said, if I ever get to heaven, it will be from running away from hell. Below the old 24th Street Clubhouse in New York City, this is the famous long entrance corridor leading to the old meetings hall. അവിടെ പടം കൊടുത്തിട്ട് പറഞ്ഞേക്കാണ് ഇത് ഫാദർ എഡാണ്, കത്തോലിക്ക പുരോഹിതൻ. അദ്ദേഹത്തിന്റെ സഹായവും പ്രവർത്തനങ്ങളും നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമായി. ജെസ്യൂട്ട് ഓർഡറിലെ ഫാദർ എഡ്വേർഡ് ഡൗളിംഗ് ആണ് സെന്റ് ലൂയിസിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങാൻ സഹായിച്ചത്. സുഹൃത്ത് ഉപദേശങ്ങൾ, മോഡൽ, ഇതെല്ലാമായിരുന്നു ബിൽ ഡബ്ല്യുവിന് അദ്ദേഹം. നമുക്ക് സന്തോഷത്തിലും ദുഃഖത്തിലും ഒരു ഏയങ്ങ് എഴുതുന്നു. അദ്ദേഹം ദൈവസാന്നിധ്യം പോലെ പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹത്തെ കണ്ടുമുട്ടിയവർക്ക് നിത്യതയുടെ ഒരു സ്പർശം ഉണ്ടായിട്ടുണ്ടാകും, അനുഭവപ്പെട്ടിട്ടുണ്ടാകും. അതോടൊപ്പം അദ്ദേഹം പറയാറുണ്ട്, ഞാൻ സ്വർഗത്തിലെത്തിയാൽ അത് എത്തുന്നത് നരകത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടത്തിലൂടെയാണ്. താഴെ ന്യൂയോർക്ക് സിറ്റിയിലെ 24ാം സ്ട്രീറ്റിലെ ക്ലബ് ഹൗസ് ആണ്. പഴയ മീറ്റിംഗ് ഹാളിലേക്കുള്ള പ്രസിദ്ധമായ ഇടനാഴിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത പടം കൊടുത്തിരിക്കുന്നത് അടുത്ത പേജില് വില്ലാർഡ് റിച്ചാർഡ്സൺ ആണ്. വില്ലാർഡ് റിച്ചാർഡ്സന്റെ പടം കൊടുത്തിട്ടുണ്ട്. അങ്കിൾ ഡിക്ക് എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് പറയാണ്, വൺ ഓഫ് ദ ഫൈനസ്റ്റ് സർവന്റ് ഓഫ് ഗോഡ് ആൻഡ് ദ മെൻ ദാറ്റ് ഐ ഷാൽ എവർ ന്യൂ. Ever knew. In this terms has Willard Richardson left Willard Richardson been well described. One of the finest servants God and men. Servants God and men that I shall ever know. In those on this terms has Willard Richardson been well described. Angle Dick Richardson was a key figure in the growth of AA and its headquarters until his death in 1952. He represents a class of men to whom alcoholism was so much enthusiastic and selfless non-alcoholics who have contributed to their interest, support, time and hard work to our problems and our affairs from the beginning. There are old timers like Frank Amos, John D. Rockefeller, Jr. A. Leroy Chipman, Dr. Leonard Strong, Jack Alexander, Leonard Harrison. Later, friends like Fulton Osler, Bernard Smith, Frank Golden, Dr. Jack Norris, and old friends in new roles like Dr. Harry Tybott, who now serves on our board of trustees in the persons of those non-alcoholic laymen and men of medicine, religion, and communications. God has greatly blessed and helped us alcoholics, and we are deeply grateful. അദ്ദേഹം പറയാണ്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഉത്തമനായ ദൈവത്തിന്റെയും മനുഷ്യന്റെയും സേവകൻ ഇതാണ് വില്ലാർഡ് റിച്ചാർഡ്സൺ. അതിനെക്കുറിച്ച് ചെറിയായിട്ടുള്ള വിവരണം അതാണ്. 1952 അദ്ദേഹം മരിക്കുന്നതുവരെ എയുടെയും ഹെഡ്ക്വാർട്ടേഴ്സിന്റെയും വളർച്ചയിൽ പ്രധാന പങ്കുവച്ചു. അങ്കിൾ ഡിക്ക് എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം എക്ക് ഏറെ കടപ്പെട്ടവനായ ഒരാളാണ്. തുടക്കം മുതൽ ഒരു നോൺ ആൽക്കഹോളിക് എന്ന നിലയിൽ തന്റെ സേവനവും സമയവും കഠിനാധ്വാനവും എക്ക് വേണ്ടി സമർപ്പിച്ചു. അതുപോലെ പഴമക്കാരായ ഫ്രാങ്ക് ആമോസ്, ജോൺ ഡി റോക്ക്ഫെല്ലർ ജൂനിയർ, എലിറോയ് ചിപ്മാൻ, ഡോക്ടർ ലയനോഡ് സ്ട്രോങ്, ജാക്ക് അലക്സാണ്ടർ, ലേണാർഡ് ഹാരിസൺ തുടങ്ങിയവരും അടുത്ത കാല സുഹൃത്തുക്കളായ ഫുൾട്ടൺ ഓസ്ലർ, ബെർണാർഡ് സ്മിത്ത്, ഫ്രാങ്ക് ഗുൾസൺ, ഡോക്ടർ ജാക്ക് നോറിസ് തുടങ്ങിയവരിൽ ഈ കൂട്ടത്തിൽപ്പെടും. കൂടാതെ പഴയ സുഹൃത്തായ ഡോക്ടർ ഹാരി ടൈബോട്ട് ഇപ്പോൾ ട്രസ്റ്റി ബോർഡ് അംഗവുമാണ്. മധ്യാസക്തരല്ലാത്ത ഈ സുഹൃത്തുക്കളും ഡോക്ടർമാരും പുരോഹിതന്മാരും പത്രപ്രവർത്തകരും വഴി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചതിൽ ഞങ്ങൾ മധ്യാസക്തർ നന്ദിയുള്ളവരാണ്. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് പിന്നീട് 161 പേജിലെ സർവീസിലെ ഭാഗത്തേക്ക് പോകുന്നത്.
സർവീസിന്റെ This was the substance of what by the fall of 1938 we were telling newcomers. Several of the Oxford group's other ideas and attitudes had been definitely rejected, including any which could involve as a theological controversy. In important matters, there was still considerable disagreement between the Eastern and the Midwestern viewpoints. Our people out there were still active Oxford group members, while we in New York and withdrawn a year before. In Akron and vicinity, they were still talked about the Oxford group's absolutes, absolute honesty, absolute purity, absolute unselfishness, and absolute love. This dose was found to be too rich for New Yorkers, and we had abandoned the expressions. But all of us, East and West, were placing increasing emphasis on Dr. Silkworth expressions describing the alcoholic dilemma, the obsessions plus the allergy. By now, we knew uh, from experience that the new prospectus and to accept step one or get no place. This particular evening, as my mind ran over these developments, it seconds to me that the program was still not definite enough. It might be a long time before readers of the book in distant places and lands could be personally contacted. Therefore, our literature would have to be a clear and comprehensive as possible. Our steps would have to be more explicit. There must not be a single loophole through which the rationalizing alcoholic and wiggle out. Maybe our six chunks of truth should be broken up into the smaller pieces. Thus, we could better get the distant reader over the barrel. And that at the same time, we might be able to broaden and deepen the spiritual implications of our whole presentations. So far as I can remember, this was all I had in mind when the writing began. Finally, I started to write. I set out to draft more than six steps. How many more I did not know. I relaxed and asked for guidance with a speed that was astonishing, considering my uh, j- jangling emotions. I completed the first draft. It took perhaps half an hour. The words kept right on coming. When I reached the stopping point, I had numbered the new steps. They added up to 12. Somehow, this number seemed significant. Without any special rhythm, rhyme, or reason, I connected them with the 12 apostles. Feeling greatly relieved now, I commenced to reread the draft. At this moment, a couple of late callers arrived. One of them was my boon companion of those days, Howard A. With him was a newcomer, dry barely 3 months. I was greatly pleased with that. I had written and I read them the new version of the program. Now the 12 steps. Howard and his friends reacted violently. Why 12 steps? They demanded. And then you have got too much God in the steps. You will scare people away. And what do you mean by getting these drunks down on their knees when they ask to have all their shortcomings removed? And who wants all this their shortcomings removed anyhow? As he saw my uneasiness, Howard added, well, some of this stuff does sound pretty good after all, but Bill, you have got to tone it down. It's too stiff. The average alcoholist just won't buy it the way it stands. I sprang to the defense of the new creations, every single word of it. A terrific discussions developed, which cooled only when Louis turned up a couple of hours later. Why don't you forget about it for a while? She said, and how a cup of coffee. This this we did. 1938 അവസാനം പുതിയ ആളുകളോട് ഞങ്ങൾ പറഞ്ഞത് ഇതാണ്. ദൈവശാസ്ത്രപരമായ തർക്കങ്ങൾ ഉൾക്കൊള്ളുന്ന മറ്റെല്ലാ ഓക്സ്ഫോർഡ് ആശയങ്ങളെയും കൃത്യമായി ഞങ്ങൾ തള്ളിക്കളയും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ കിഴക്കനും പടിഞ്ഞാറും തമ്മിൽ കാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ.
അവിടുത്തുകാർ എപ്പോഴും ഓക്സ്ഫോർഡ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരായിരുന്നു. ന്യൂയോർക്കുകാരാകട്ടെ 1 വർഷം മുമ്പ് അവരുമായി വഴിപിരിഞ്ഞിരുന്നു. ആക്രോണിലും പരിസരത്തുമുള്ളവർ ഇപ്പോഴും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ പരിപൂർണതയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയാണ് ഇരിക്കുന്നത്. പരിപൂർണ സത്യസന്ധത, പരിപൂർണ നൈർമല്യം, പരിപൂർണ നിസ്വാർത്ഥത, പരിപൂർണ സ്നേഹം. ഇത് ന്യൂയോർക്കുകാർക്ക് താങ്ങാവുന്നതിലധികമായിരുന്നു. അവർ ഈ പ്രയോഗങ്ങൾ ഉപേക്ഷിച്ചു. പക്ഷെ കിഴക്കനും പടിഞ്ഞാറിലും ഡോക്ടർ സിൽക്വർത്തിന്റെ മദ്യാസക്തി എന്ന ഊരാക്കുടുക്ക് എന്ന ആശയത്തിൽ ഒന്നുപോലെ വിശ്വസിച്ചു. മാനസിക വിധേയത്വവും ശാരീരിക അലർജിയും എന്ന ആശയം ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി: പുതിയ ആൾക്കാർക്ക് 1-ാം പടി അംഗീകരിക്കണം, അല്ലെങ്കിൽ ഒരിടത്തും എത്തുകയില്ല. അന്ന് സായാഹ്നത്തിൽ എൻ്റെ മനസ്സിലേക്ക് ചില പുതിയ ആശയങ്ങൾ കടന്നു വന്നു. അതായത് പരിപാടി ഇപ്പോഴും കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ അന്യനാടുകളിൽ പുസ്തകം വായിക്കുന്നവർ വളരെ കാലത്തേക്ക് തമ്മിൽ കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സാഹിത്യം വ്യക്തവും കൃത്യവുമായ മനസ്സിലാക്കൽ കഴിയുന്നതായിരിക്കണം. നമ്മുടെ പടികൾ വളരെ വ്യക്തമായിരിക്കണം. യുക്തിചിന്തകരായ മദ്യാസക്തിന് പുറത്തു ചാടാൻ ഒരു പഴുതും നൽകരുത്. ഒരുപക്ഷെ നമ്മുടെ 6 തടിച്ച സത്യങ്ങൾ ചെറു കഷ്ണങ്ങളാക്കേണ്ടതുണ്ട്. വിദൂരത്തുള്ള നിസ്സഹായനായ വായനക്കാരന് നന്നായി ഇത് ലഭിക്കുകയും നമ്മുടെ ആത്മീയ സൂചനകൾ വ്യക്തമായി പ്രകടിപ്പിക്കാനും കഴിയണം. എഴുതാൻ തുടങ്ങിയപ്പോൾ ഇത് മാത്രമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അവസാനം ഞാൻ എഴുതാൻ തുടങ്ങി. 6 പടികൾ ഞാൻ എഴുതി. ഇനി എത്ര വേണമെന്ന് എനിക്കറിയില്ല. ഞാൻ ആശ്വസിക്കുകയും നിർദ്ദേശത്തിനായി ചോദിക്കുകയും ചെയ്തു. കലങ്ങിമറിഞ്ഞ എൻ്റെ വികാരങ്ങളെ കണക്കാക്കുമ്പോൾ അപാരമായ വേഗത്തിൽ ഞാൻ ആദ്യത്തെ ഡ്രാഫ്റ്റ് എഴുതി തീർത്തു. ഇതിന് 1/2 മണിക്കൂറേ എടുത്തുള്ളൂ. വാക്കുകൾ കൃത്യമായി വന്നുകൊണ്ടേയിരുന്നു. ഒരു ഘട്ടത്തിൽ എത്തിയപ്പോൾ ഞാൻ പടികൾക്ക് നമ്പർ നൽകി. 12 എണ്ണം. ആ എണ്ണത്തിനൊരു പൊരുൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രാസമോ കാരണങ്ങളോ ഇല്ലാതെ ഞാൻ അങ്ങനെ 12 അപ്പോസ്തലന്മാരുമായി അതിനെ ബന്ധിപ്പിച്ചു. എനിക്ക് വലിയ ആശ്വാസം തോന്നി. ഞാൻ ആ ഡ്രാഫ്റ്റ് ഒന്നുകൂടി വായിക്കാൻ തുടങ്ങി. ഈ സമയത്ത് 2 പേർ എൻ്റെ വീട്ടിലേക്ക് എന്നെ കാണാനായി വൈകി എത്തി. അതിലൊരാൾ അക്കാലത്തെ ഉപകാരിയായ ഒരു സഹചാരിയായ ഹൊവാർഡ് ആയിരുന്നു. 3 മാസം മാത്രം സുബോധവാനായ മറ്റൊരാളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. താൻ എഴുതിയതിൽ ഞാൻ അതീവ സന്തോഷവാനായിരുന്നു. നമ്മുടെ പരിപാടിയുടെ പുതിയ വ്യാഖ്യാനം ഞാൻ അത് അവർക്ക് വായിച്ചു കൊടുത്തു. 12 പടികൾ. ഹൊവാർഡും സുഹൃത്തും പൊട്ടിത്തെറിച്ചു. 12 പടികൾ. നിങ്ങൾ ദൈവത്തെക്കുറിച്ച് ആവശ്യത്തിലധികം പടികളിൽ പറയുന്നു. നിങ്ങൾ ആളുകളെ ദൈവത്തെക്കുറിച്ച് ആവശ്യത്തിലധികം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആളുകളെ വിരട്ടി ഓടിക്കും. മദ്യാസക്തരും മുട്ടിലെഴയണമെന്നാണ് നിങ്ങൾ പറയുന്നത്. പോരായ്മകൾ മുഴുവനും മാറ്റണമെന്നും പറയുമ്പോൾ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? വൈകല്യങ്ങൾ മുഴുവനായി ഒഴിവാക്കാൻ ആരാണ് ആഗ്രഹിക്കുന്നത്? ഇതിൽ ചിലതൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു. പക്ഷെ ബിൽ, നിങ്ങൾ ഇതിന്റെ ശൈലി മാറ്റണം. ഇത് വളരെ കട്ടിയുള്ളതാണ്. ഒരു സാധാരണ കുടിയൻ ഈ നിലയിൽ ഇത് സ്വീകരിക്കില്ല. എൻ്റെ പുതിയ സൃഷ്ടിയിലെ ഓരോ വാക്കുകളെയും ഞാൻ വളരെയധികം പ്രതിരോധിച്ചു. ചൂടേറിയ വാദപ്രതിവാദങ്ങൾ നിലച്ചത് ലൂയിസ് 2 മണിക്കൂർ കഴിഞ്ഞു വന്നപ്പോഴാണ്. നിങ്ങൾ കുറച്ചു നേരത്തേക്ക് ഇതിനെപ്പറ്റി മറക്കൂ. ഒരു കപ്പ് കാപ്പ് കുടിക്കൂ, അവൾ പറഞ്ഞു. ഞങ്ങൾ അത് ചെയ്തു. Acronyms like Paul and Dick liked the new steps very much. As the remainder of the book text developed based on the 12 steps, they continued to report their approval. But in New York, the hot debate about the 12 steps and the book's contents was doubled and redoubled. There were conservatives, liberal, and radical viewpoints. Fittsum, the Episcopal minister's son from Maryland, and the second man to recover at St. Towns Hospital, made constant journeys to New York in order to reinforce the conservative position. Fitz thought that the book ought to be Christian in the doctrinal sense of the word, and the book ought to be Christian to be doctrinal sense of the word, and that it should say so. He was in favor of using biblical terms and expressions to make this clear. Another early New York AA, Paul K., was one even more empathetic about this. The liberal were the largest contingent, and they had no objections to the use of the word God throughout the book, but they were dead set against any other theological propositions. They would have nothing to do with the doctrinal issues. Spirituality, yes, but religion, no. Positively, no. Most of our members, they pointed out, delivered in some sort of deity, but when it came to theology, we could not possibly agree among ourselves. So how could we write a book that contained any such matter? There was
No such things a group opinion in these areas, and there never could be. Alcoholists who had tried the missions were forever complaining about this very thing. The alcohol's unreasoning rebellion against the specifically religion approach had severely handicapped the mission. The liberals said they did not this they wanted the liberals said they did not intend to be critical. They would only want us to remember the hard facts. This contingency could not be denied. Um, it was true that we could not agree on a religious basis for our fellowship, and that the state religious approach had worked in relatively few cases. Thus, the spiritual picture and tone of our book was greatly influenced by the liberals. But the atheists and agnostics, our radical left wing, were still to make tremendously important contributions led by my friend Henry and obstinately backed by Jim B, a recently arrived salesman. This contingent proceeded to have its innings. At first, they demanded the word God deleted from the book entirely. Henry had came to believe in some sort of universal power, but Jimmy still flabbergasted us by denouncing God at our meetings. Some members had been so angered, angered that they wanted to throw him out of the group, but most of us thought it better to let him talk on, believing that eventually he would change his mind, which he later did. But what Henry, Jimmy, and the company wanted as a psychological book, which would lower the alcoholism. Once in the proposed process could take God or leave him alone as he wished. To the rest of us, this was a shocking proposal. But happily, we listened and eventually learned something of great value. Actually, our group conscience was at work to construct the most acceptable and effective book possible. Every voice in it was playing its appointed part to create an outcome that was to be nothing less than providential. As the one who had to do the writing, I was caught squarely in the middle of all this arguing. The liberals were the larger groups, but they barely outnumbered the combined conversa- conservatives and radicals. For a while, it looked as if we would bog down into permanent disagreement, despairing of satisfying everyone. I finally asked that I might be the final judge of what the book said. Seeing that we would get nowhere without such a point of decision, most of the group agreed. We began to carry on again. അപ്പോൾ അക്രോൺകാരായ പോളിനും ഡിക്കിനും പുതിയ പടികൾ വളരെ ഇഷ്ടപ്പെട്ടു. 12 പടികളുടെ അടിസ്ഥാനത്തിൽ പുസ്തകത്തിന്റെ ബാക്കി ഭാഗം പുരോഗമിച്ചപ്പോൾ അവർ തുടർച്ചയായി അനുകൂലിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ നൽകി. പക്ഷെ ന്യൂയോർക്കിൽ 12 പടികളെയും പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെയും സംബന്ധിക്കുന്ന തർക്കങ്ങൾ ഇരട്ടിക്കുകയും വീണ്ടും ഇരട്ടിക്കുകയും ചെയ്തു. അവിടെ യാഥാസ്ഥിതികരും പുരോഗമനവാദികളും എപ്പിസ്കോപ്പൽ മിനിസ്റ്ററുടെ മകനും മൗണ്ട്സ് ഹോസ്പിറ്റലിൽ നിന്ന് സുഖം പ്രാപിച്ച രണ്ടാമത്തെ ആളുമായ എം ഫിറ്റ്സം ന്യൂയോർക്കിലേക്ക് തുടരെ യാത്രകൾ നടത്തി. യാഥാസ്ഥിതിക നിലപാടുകൾ അടിച്ചേൽപ്പിക്കുന്നതിനായി ഫിറ്റ്സ് കരുതിയത് പ്രാമാണികവും പുസ്തകം ക്രിസ്തീയമായിരിക്കണമെന്ന്. ആ വാക്കുകൾ ആ വിധത്തിൽ തന്നെ ഉപയോഗിക്കണം. ബൈബിളിൽ നിന്നുള്ള വചനങ്ങളും ഭാവങ്ങളും ഉൾക്കൊള്ളിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ന്യൂയോർക്കിൽ നിന്നുള്ള മറ്റൊരു ആദ്യകാലത്തെ അംഗം കെ പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ ഊന്നൽ നൽകി. പരിഷ്കരണവാദികളായിരുന്നു കൂടുതൽ. ഉടനീളം ദൈവം എന്ന വാക്ക് ഉപയോഗിക്കുന്നതിൽ അവർക്ക് എതിർപ്പില്ലായിരുന്നു. പക്ഷേ അതിൽ കവിഞ്ഞ ദൈവശാസ്ത്രത്തെ അവർ നഖശിഖാന്തം എതിർത്തു. പ്രാമാണിക പ്രശ്നങ്ങളിൽ അവർക്കൊന്നും ചെയ്യാനില്ലായിരുന്നു. ആത്മീയത കൊള്ളാം, പക്ഷെ മതം പാടില്ല. നമ്മുടെ അംഗങ്ങൾ മിക്കവാറും ഇത് ചൂണ്ടിക്കാട്ടി. അവർ എന്തെങ്കിലും ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ദൈവശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ഒന്നുമായും പൊരുത്തപ്പെടാനാകില്ല. ഇത്തരം വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം എങ്ങനെ എഴുതും? ഗ്രൂപ്പിന്റെ അഭിപ്രായത്തിൽ പ്രത്യേകിച്ച് ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുകയുമില്ല. ഈ രംഗത്ത് പരിശ്രമിച്ചും മധ്യസ്ഥരാകട്ടെ എന്നും പരാതികൾ പറഞ്ഞുകൊണ്ടിരുന്നു. മതപരമായ സമീപനത്തോടെ എന്നും പോരടിച്ചുകൊണ്ടിരുന്നു.
മധ്യാസക്തരാകട്ടെ ഈ ഉദ്യമങ്ങളെ പിന്നോട്ടടിച്ചു. പുരോഗമനവാദികൾ പറഞ്ഞു അവർ വിമർശിക്കുന്നില്ല, പക്ഷേ കടുത്ത വസ്തുതകൾ വെളിപ്പെടുത്തുക മാത്രം ചെയ്യുന്നു എന്നതാണ്. ഈ പോരാട്ടങ്ങളെ നിഷേധിക്കാനാവില്ല. മതപരമായ സമീപനത്തെ യഥാർത്ഥത്തിൽ അംഗീകരിക്കാനാവില്ല. കാരണം മതപരമായ സമീപനം വളരെ കുറച്ച് കേസുകളിൽ മാത്രമേ വിജയം കണ്ടിട്ടുള്ളൂ മദ്യാസക്തരുടെ കാര്യത്തിൽ. അങ്ങനെ നമ്മുടെ പുസ്തകത്തിന്റെ ആത്മീയ തലങ്ങളും ധ്വനികളും പുരോഗമനവാദികൾ വല്ലാതെ സ്വാധീനിച്ചു. പക്ഷെ നിരീശ്വരവാദികളും അഞ്ചയവാദികളും ആയ നമ്മുടെ ഇടതുപക്ഷം വലിയ സംഭാവനകൾ നൽകി. അടുത്ത കാലത്ത് എത്തിയ വിൽപ്പനക്കാരനായ സി ജിം ചേർന്ന് എന്റെ സുഹൃത്ത് ഹെൻറി ഈ അനിശ്ചിതാവസ്ഥയിൽ തന്റേതായ ഊഴം നിർവഹിച്ചു. ആദ്യമായി അവർ ആവശ്യപ്പെട്ടത് ദൈവം എന്ന വാക്ക് പുസ്തകത്തിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യാനാണ്. ഹെൻറി ഒരുതരം പ്രപഞ്ചശക്തിയിൽ വിശ്വസിച്ചിരുന്നു. പക്ഷേ ജിം ഞങ്ങളെ വിസ്മയിച്ചുകൊണ്ട് മീറ്റിങ്ങുകളിൽ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടേയിരുന്നു. ചില അംഗങ്ങൾ വല്ലാതെ കോപാകുലരായി. അദ്ദേഹത്തെ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കണമെന്ന് വരെ പറഞ്ഞു. പക്ഷെ ഞങ്ങളിൽ അധികം പേരും അദ്ദേഹം സംസാരം തുടരട്ടെ എന്ന് തന്നെ കരുതി. കാരണം അദ്ദേഹത്തിന്റെ മനോഭാവം പിന്നീട് മാറിയേക്കാം. പിന്നീട് അത് മാറുകയും ചെയ്തു. ഹെൻറിക്കും ജിമ്മിനും കൂട്ടർക്കും ആവശ്യം മദ്യാസക്തരെ ആകർഷിക്കുന്ന ഒരു മനഃശാസ്ത്ര ഗന്ധമായിരുന്നു. ഒരിക്കൽ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവത്തെ സ്വീകരിക്കുകയോ അവന് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യാം. ബാക്കി ഞങ്ങൾക്ക് ഇത് ഞെട്ടിക്കുന്ന നിർദ്ദേശമായിരുന്നു. പക്ഷെ ഞങ്ങൾ സന്തോഷത്തോടെ ശ്രമിക്കുകയും മഹത്തായ ചില മൂല്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഏറ്റവും സ്വീകാര്യവും ഫലപ്രദവുമായ ഒരു പുസ്തകം രൂപപ്പെടുത്തുക എന്നതായിരുന്നു ഗ്രൂപ്പിന്റെ മനസാക്ഷി. ഓരോ ശബ്ദവും അതിൽ നിന്നുളവാകുന്ന ആശയങ്ങളും തികച്ചും ദൈവഹിതമായിരിക്കണം. Seeing that we would get nowhere without such a point of decision, most of the group agreed. We began to carry on again. We had not gone much further with the text of the book, when it was evident that something more was needed. There would have to be a story or case history section. We would have to produce evidence in the form of living proof, written testimonials of our membership itself. It was felt also that the story section could identify us with the distant reader in a way that the text itself might not. At this point, Dr. Bob and the chronist played a vital role. എഴുതാൻ നിയോഗിക്കപ്പെട്ട ഞാനാകട്ടെ തർക്കങ്ങൾക്കിടയിൽപ്പെട്ടു. പുരോഗമനവാദികളായിരുന്ന വലിയ ഗ്രൂപ്പ് യാഥാസ്ഥികരും പരിഷ്കരണവാദികളും എണ്ണത്തിൽ കുറവായിരുന്നു. ഒരു ഘട്ടത്തിൽ നാം തർക്കങ്ങളുടെ ചതിപ്പിൽ പൊതഞ്ഞു പോകുമോ എന്ന് പോലും തോന്നിച്ചു. അവസാനം എല്ലാവരെയും തൃപ്തിപ്പെടുത്താനായി പുസ്തകത്തിന്റെ വിധികർത്താവ് ഞാൻ തന്നെയായിരിക്കുമെന്ന് അവർ പറഞ്ഞു. നാം ഒരിക്കലും എത്തുകയില്ലെന്ന് ഗ്രൂപ്പുകൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഈ ഘട്ടത്തിൽ തീരുമാനം ഗ്രൂപ്പ് അംഗീകരിച്ചു. നാം മുന്നോട്ട് പോകാൻ തുടങ്ങി. എന്തോ ഒന്ന് കൂടുതലായി ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിനു ശേഷം നാം ഒട്ടും തന്നെ മുന്നോട്ട് പോയിരുന്നില്ല. കേസ് ഹിസ്റ്ററികളുടെ കഥയുടെ ഒരു വിഭാഗം വേണ്ടിയിരുന്നു. ജീവിക്കുന്ന ഉദാഹരണങ്ങൾ തെളിവായി നൽകണം. നമ്മുടെ അംഗത്വത്തിന്റെ പ്രമാണ രേഖകൾ തന്നെ ഒരു വിദൂര വായനക്കാരന് ടെക്സ്റ്റ് ബുക്ക് മാതൃകകളേക്കാൾ കഥകൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഘട്ടത്തിൽ ഡോക്ടർ ബോബും അക്രോൺകാരും പ്രധാന പങ്കുവച്ചു. The Akron group was the larger and had more case history materials, and the means of putting it into story form now appeared. 2 years earlier, a former newspaperman, Jim Mess, had been lifted off Skid Row and nursed back to health and sobriety. Jim and Dr. Bob went after all the Acronists who had substantial sobriety records for testimonial material. In most cases, Jim interviewed the prospectors and wrote their stories for them. Dr. Bob wrote his own. By January, the Acronists had produced 18 fine stories. 2 of them came from Clevelanders who had attended the Akron meetings, and one concerned Mary B., the wife of an Akron alcoholic, an early forerunner of today's family group development. With somewhat more difficult, the New York group produced 10 stories. At the time, we were an oddly assorted crowd. Since New York had no one comparable to Akron's newsman Jim, it was thought that each new worker with a real record of sobriety could try to write his story himself. None of us had any writing experience, and when Henry and I tried to edit these amateur attempts, there was plenty of trouble. Who were we, said the writers, to edit their stories? That was a good question, but still we did edit them.
The cries of the anguished, edited tale-tellers finally subsided, and the story section of the book was complete in the later part of January 1939. So at last was the text. The end of our money supply was identified in sight, and we were preparing to rush the book to press. But someone, I do not remember who, sounded a note of caution. This point were traced. How do we know for sure that this book will be widely acceptable to everybody? Maybe it still contains medical errors or material that might offend our friends of religion. Had we not better make a pre-publications copy of the text and some of the stories and try the book out on our own membership and on every kind and class of person that has anything to do with the drugs? This method would consume still more time and money, and many objected. But at length, we concluded that we had better be safe than sorry. 400 mimeograph copies of the book were made and sent to everyone we could think of us might be concerned with the problem of alcoholism. Each mimeograph was stamped loan copy in order to protect our coming copyright. അപ്പോൾ അക്രോൺകാരും ഈ ഘട്ടത്തിൽ ഡോക്ടർ ബോബും അക്രോൺകാരും പ്രധാന പങ്ക് വഹിച്ചു. അക്രോണിൽ ധാരാളം അംഗങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ധാരാളം കഥകൾ ലഭിച്ചു. അതാണ് ഇന്നും നാം കാണുന്നത്. ഡോക്ടർ ബോബുവിന് വേണ്ടത്ര സുബോധം കൈവരിക്കാനായ പത്രപ്രവർത്തക ഡോക്ടർ ബോബിന്റെയും കഥകളുണ്ട് അതിനകത്ത്. വേണ്ടത്ര സുബോധം കൈവരിക്കാനായ പത്രപ്രവർത്തനായ ജിം അവരോടൊപ്പം ചേർന്നു. വേണ്ടത്ര സുബോധമുള്ള എല്ലാ അക്രോൺകാരെയും സമീപിച്ച് അവരുടെ കഥകൾ അദ്ദേഹം സ്വീകരിച്ചു. മിക്ക കേസുകളിലും ജിം സമീപിച്ചത് അവരുടെ കഥകൾ എഴുതി എടുത്തു. ഡോക്ടർ ബോബ് സ്വന്തം കഥ എഴുതി. ജനുവരി അവസാനത്തോടെ അക്രോൺകാർ 18 നല്ല കഥകൾ പൂർത്തിയാക്കി. 2 കഥ ക്ലീവ്ലാൻഡുകാരുടേതായിരുന്നു. അവർ അക്രോണിൽ മീറ്റിംഗിന് വരുമായിരുന്നു. ഒരു കഥ ഒരു അക്രോൺ മധ്യസ്ഥന്റെ ഭാര്യ മേരിയുടേതായിരുന്നു. അവരാണ് ആദ്യകാലത്ത് ഇന്നത്തെ ഫാമിലി ഗ്രൂപ്പുകളുടെ വളർച്ചയ്ക്ക് കാരണമായത്. അല്പം കൂടുതൽ ബുദ്ധിമുട്ടി ന്യൂയോർക്കുകാർ 10 കഥകൾ സമർപ്പിച്ചു. ആ സമയത്ത് നാം വിചിത്രമായി രൂപപ്പെട്ട ഒരു സംഭവമായിരുന്നു. ന്യൂയോർക്കിൽ അക്രോണിൽ ഇതുപോലെ ഒരു പത്രപ്രവർത്തനായ ജിം ഉണ്ടായിരുന്നില്ല. വേണ്ടത്ര സുബോധമുള്ള എല്ലാ ന്യൂയോർക്കുകാരും അവരുടെ കഥ സ്വന്തമായി എഴുതേണ്ടതുണ്ടായിരുന്നു. ഞങ്ങൾ ആരും എഴുത്തുകാരായിരുന്നില്ല. ഞാനും ഹെൻറിയും ഈ കഥകൾ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വലിയ പ്രയാസം അനുഭവപ്പെട്ടു. അവരുടെ കഥകൾ എഡിറ്റ് ചെയ്യാൻ ഞങ്ങൾ ആരാണ്? നല്ല ചോദ്യം. പക്ഷെ ഞങ്ങൾ എഡിറ്റ് ചെയ്തു. കഥകൾ എഡിറ്റ് ചെയ്തവരുടെ വിദ്വേഷരോധനങ്ങൾ കെട്ടടങ്ങി. ജനുവരി അവസാനമായപ്പോഴേക്കും കഥകൾ പൂർത്തിയായി. അവസാന പുസ്തകമായി പണത്തിന്റെ വരവ് നിലച്ചിരിക്കുന്നു. ഞങ്ങൾ പുസ്തകം പ്രസ്സിലെത്തിക്കുന്ന തിടുക്കത്തിലായിരുന്നു. ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങളിൽ ആരോ ഒരാൾ ഒരു മുന്നറിയിപ്പ് തന്നു. ഈ സൂചനകൾ മുന്നോട്ട് വെച്ചു. ഈ പുസ്തകം എല്ലാവർക്കും സ്വീകാര്യമായിരിക്കും എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഒരു പക്ഷേ ഇതിൽ വൈദ്യശാസ്ത്രപരമായ തെറ്റുകൾ ഉണ്ടായേക്കാം, അഥവാ മതങ്ങളിലെ നമ്മുടെ സുഹൃത്തുക്കളെ എതിർക്കുന്ന കാര്യങ്ങൾ ഉണ്ടായേക്കാം. നാം ഒരു പ്രീ പബ്ലിക്കേഷൻ കോപ്പി ഇറക്കി നമ്മുടെ അംഗങ്ങൾക്കിടയിലും മധ്യസ്ഥരെ സഹായിക്കാനിടയുള്ളവരുടെ ഇടയിലും പരീക്ഷിക്കുന്നതല്ലേ നല്ലത്. പക്ഷേ ഈ പരിപാടി ഒരുപാട് സമയവും പണവും അപഹരിക്കും. എങ്കിലും ക്ഷമ പറയുന്നതിലും നല്ലത് സുരക്ഷിതമായിരിക്കുന്നതല്ലേ. പലരും എതിർത്തെങ്കിലും ഇത്തരമൊരു തീരുമാനത്തിലാണ് എത്തിയത്. കൂടി ഗൗരവത്തിലെടുത്തിരിക്കുന്നവർ എന്ന് തോന്നിയ 400 പേർക്ക് കോപ്പികൾ എടുത്ത് അയച്ചു കൊടുത്തു. എല്ലാ കോപ്പികളിലും നോൺ കോപ്പി എന്നടിച്ചു. കോപ്പി റൈറ്റ് സുരക്ഷിതത്തിനാണ് നാം അങ്ങനെ ചെയ്തത്. While we were waiting for the returns to come in, 2 hot controversies got underway. Though I had labeled the mimeograph issue Alcoholics Anonymous, the title and still unacceptable to a great many. Though I had labeled the mimeograph issue Alcoholics Anonymous, that title was still unacceptable to a great many people. The Akron and New York groups had been voting for months on possible titles. This had become an after the meetings form of amusement and interest. The title Alcoholics Anonymous had appeared very easily in the discussions, probably in October 1938. We do not know who first used these words. After we know your New Yorkers had left the Oxford groups in 1937, we often described ourselves as a nameless bunch of alcoholics. From this phrase, it was only a step to the idea of Alcoholics Anonymous. This was its actual derivation. At the beginning, I had liked this title very much, but as the book naming discussions went on, I began to have certain doubts and temptations. From the start, the title The Way Out
that was popular. If we gave the book the name, then I could add my signature by Bill W. After all, why shouldn't an author sign the book? I began to forget that this was everybody's book and that I had been mostly the umpire of the discussion that had created it. In one dark moment, I even considered calling the book the Bill W. Movement. I whispered the ideas of a few friends and promptly got a slap down. Then I saw the temptation for that it was a shameless piece of egotism. So once more, I began to vote for the title Alcoholics Anonymous. We considered more than 100 titles, all told. In New York, Alcoholics Anonymous had slowly gained in favor. This trend had been helped by the appearance of our first literary light, Joe W., recently scarped out of the Bowery. Years before, he had been one of the founders of a popular and sophisticated magazine. He was all for Alcoholics Anonymous. He made a burning issue out of it, and the majority of the New York group rallied around him. But we had failed to reckon with our friends in Akron. Out there, a considerable majority favored calling our book The Way Out, and the combined voting of the two groups still showed that The Way Out had a bare majority. മറുപടികൾക്കായി കാത്തിരുന്നപ്പോൾ രണ്ട് പ്രധാന വിവാദങ്ങളുണ്ടായി. കോപ്പികളിൽ ആൽക്കോളിക്സ് അനോണിമസ് എന്ന് പേരെഴുതിയിരുന്നുവെങ്കിൽ അത് പലർക്കും സ്വീകാര്യമായിരുന്നില്ല. അക്രോണിലെയും ന്യൂയോർക്കിലെയും ഗ്രൂപ്പുകൾ സാധ്യമായ ഒരു പേരിനായി വോട്ടുകൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഇത് യഥാർത്ഥത്തിൽ രസകരവും വിനോദപ്രദവുമായ ഒരു ആഫ്റ്റർ മീറ്റിംഗിന് ഇട നൽകി. ആൽക്കോളിക്സ് അനോണിമസ് എന്ന പേര് വളരെ വ്യക്തമായി 1938 ഒക്ടോബറിൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെട്ടു. ആരാണ് ആദ്യമായി ഈ പദങ്ങൾ ഉപയോഗിച്ചതെന്ന് അറിയില്ല. ന്യൂയോർക്കുകാർ 1937 ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് വിട്ടുപോന്ന ശേഷം പേരില്ലാത്ത മധ്യസ്ഥർ എന്നറിയപ്പെടാൻ തുടങ്ങി. ഈ പ്രയോഗത്തിൽ നിന്ന് ഒരു പടി കൂടി കടന്ന ആശയമാണ് ആൽക്കോഹോളിക്സ് അനോണിമസ് എന്ന പേര്. ഇതായിരുന്നു യഥാർത്ഥ വഴിത്തിരിവ്. തുടക്കത്തിൽ ഈ പേര് ഞാൻ വളരെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പക്ഷെ പുസ്തകത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിച്ചപ്പോൾ എനിക്ക് പല സംശയങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടായി. തുടക്കത്തിൽ പുറത്തേക്കുള്ള വഴി അതാണ് എനിക്ക് പ്രചാരം ലഭിച്ചത്. ഈ പേര് നൽകുകയാണെങ്കിൽ എനിക്ക് ഒപ്പുവെക്കാം. ബൈബിളിൽ ഒരു ഗ്രന്ഥകർത്താവിന് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഒപ്പുവെച്ചുകൂടാ? ഇതെല്ലാവരുടെയും പുസ്തകമാണ് എന്നും ഇത് രൂപീകരിക്കാനിടയായ ചർച്ചകളുടെ വെറും ഒരു അമ്പയർ മാത്രമായിരുന്നു എന്ന കാര്യവും ഞാൻ മറക്കാൻ തുടങ്ങി. ഒരു നിമിഷങ്ങളിൽ ഒന്നിൽ ഇത് ബിൽ ഡബ്ല്യുവിന്റെ മൂവ്മെന്റ്, ബിൽ ഡബ്ല്യുവിന്റെ ചലനം എന്ന് പോലും വിളിക്കാൻ തുടങ്ങി. ഞാൻ ചുരുക്കം ചില സുഹൃത്തുക്കളുടെ ഇത് മന്ത്രിക്കുകയും നല്ല അടി കിട്ടുകയും ചെയ്തു. പിന്നീട് എനിക്ക് മനസ്സിലായി ഇതൊന്നും മറ്റൊന്നുമായിരുന്നില്ല, എന്റെ നാണം കെട്ട അഹങ്കാരം മാത്രമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ആൽക്കോളിക്സ് അനോണിമസിന് വേണ്ടി വാദിച്ചു. ഞങ്ങൾ 100 ടൈറ്റിലുകളെങ്കിലും പരിഗണിച്ചു. ന്യൂയോർക്കിൽ സാവധാനത്തിൽ ആൽക്കോളിക്സ് അനോണിമസിനെ അനുകൂലിച്ചു തുടങ്ങി. ഇത്തരമൊരു പ്രവണതയ്ക്ക് സഹായകരമായത് അടുത്ത കാലത്ത് കള്ളുഷാപ്പിൽ നിന്ന് തിരിച്ചെത്തിയ W. ജോയാണ്. അദ്ദേഹം മുൻപ് പ്രചാരത്തിലിരുന്ന ഒരു പരിഷ്കൃത മാസികയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആൽക്കോളിക്സ് അനോണിമസിന് വേണ്ടി തന്നെ നിലകൊണ്ടു. അദ്ദേഹം ഇതൊരു തീക്ഷ്ണമായ പ്രശ്നമായി ഉയർത്തിക്കാട്ടി. ആളുകൾ അദ്ദേഹത്തിന് ചുറ്റും കൂടി. പക്ഷെ അക്രോൺ സുഹൃത്തുക്കളെ പരിഗണിക്കാൻ ഞങ്ങൾ മറന്നുപോയി. അവിടേക്ക് നല്ലൊരു വിഭാഗം ആളുകൾ വേ ഔട്ടിന് വേണ്ടി നിലകൊണ്ടു. പെട്ടെന്ന് കൈ തട്ടി. ഒരു മിനിറ്റ്. 66 വേ ഔട്ടിന് വേണ്ടി നിലകൊണ്ടു. നൂറ്റി 66 പേജാണ്. ഒരു മിനിറ്റ്. ഓക്കെ. അപ്പൊ അവിടെ ഒരു നല്ലൊരു വിഭാഗം വേ ഔട്ടിന് വേണ്ടി നിലകൊണ്ടു. വോട്ടിനിട്ടപ്പോൾ വേ ഔട്ടിന് നഗ്നമായ ഭൂരിപക്ഷം ലഭിച്ചു. അക്രോണിൽ ഇവിടെ ഒരു ആനുകൂല്യം ലഭിച്ചു. ഞങ്ങൾ അതിൽ പിടിച്ചു. ഞാൻ മേരിലാൻഡിലുള്ള ഒരു പഴയ സുഹൃത്ത് ഫിറ്റ്സിനെ വിളിച്ചു. അദ്ദേഹത്തോട് വാഷിംഗ്ടണിൽ പോയി
ലൈബ്രറി ഓഫ് കോൺഗ്രസ് സന്ദർശിച്ച് എത്ര പുസ്തകങ്ങൾ വേ ഔട്ട് എന്ന പേരിലുണ്ട്, അതുപോലെ എത്ര പുസ്തകങ്ങൾ ആൽക്കോളിസ് അനോണിമസ് എന്ന പേരിലുണ്ട് എന്ന് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി. 2 ദിവസം കഴിഞ്ഞ് മറുപടി വന്നു. ലൈബ്രറി ഓഫ് കോൺഗ്രസ് കാണിക്കുന്നത് 12 പുസ്തകങ്ങൾ വേ ഔട്ട് എന്ന പേരിൽ നിലവിലുണ്ട്. ആൽക്കോളിസ് അനോണിമസ് എന്ന പേരിൽ ഒന്നും നിലവിലില്ല. ഞങ്ങൾ സ്വയം പറഞ്ഞു. 13-ാമത്തേതായി ഒരു ഔട്ട് വേണ്ട, ആൽക്കോളിസ് അനോണിമസ് തന്നെ മതി. പ്രസ്സിലേക്ക് പോയ കോപ്പിയിൽ ഞങ്ങൾ ആൽക്കോളിസ് അനോണിമസ് എന്ന് തന്നെ എഴുതി. അങ്ങനെയാണ് നമ്മുടെ പുസ്തകത്തിന് പേര് കിട്ടിയത്. അങ്ങനെയാണ് നമ്മുടെ കൂട്ടായ്മയ്ക്ക് അതിന്റെ പേര് കിട്ടിയത്. Just before the manuscript was finished, an event of great significance for one future took place. At the time, it looked like just another battle over the book. The scene was Henry's office in New York, where most of the writings had been done. Present were Fitzhenry, our grand little secretary Ruth, and myself. We were still arguing about the 12 steps. All this time, I had refused to budge on the steps. I would not change a word of the original draft, in which you will remember I had consistently used the word God, and in one place the expressions on our knees was used. Praying to God on our knees was still a big affront to Henry. He argued, he begged, he threatened, he quoted Jimmy to back him up. He was positive we would scare off alcoholics by the thousands when they read those 12 steps. Little by little, both Fitz and Ruth came to see merit in his contention, though at first I would have none of it. We finally began to talk about the possibility of compromise. Who first suggested the actual compromise word, I don't know. But they are words well known throughout the length and breadth of AA today. In step 2, we decided that to describe God as a power greater than ourselves. In step 3 and 11, we inserted the words God as we understood him. From step 11, we deleted the expressions on our knees, and as a leading sentence to all the steps we wrote these words. Here are the steps we took, which are suggested as a program of recovery. Yes, 12 steps were to be suggestions only. കയ്യെഴുത്ത് പ്രതികൾ പൂർത്തിയായി. ഉടൻ നമ്മുടെ ഭാവിയിൽ നിർണായകമായ ഒരു സംഭവം നടന്നു. ഈ പുസ്തകത്തിന് മേൽ ഒരു സംഭവം നടന്നു. കയ്യെഴുത്ത് പ്രതികൾ പൂർത്തിയായ ഉടൻ തന്നെ നമ്മുടെ ഭാവിയിൽ നിർണായകമായ ഒരു സംഭവം നടന്നു. ഈ പുസ്തകത്തിന് മേൽ മറ്റൊരു യുദ്ധം നടക്കുന്നത് പോലെ തോന്നിച്ചു. പുസ്തകം മുഴുവനും എഴുതിയ ന്യൂയോർക്കിലെ ഹെൻറിയുടെ ഓഫീസാണ് രംഗം. ഞാനും ഫിറ്റ്സും ഹെൻറിയും ഞങ്ങളുടെ കൊച്ചു സെക്രട്ടറി റൂത്തും ഇപ്പോൾ ഞങ്ങൾ 12-ാം പടികളെ കുറിച്ച് തർക്കിക്കുകയാണ്. പടികളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ലായിരുന്നു. യഥാർത്ഥ ഡ്രാഫ്റ്റിൽ ഒരു വാക്ക് പോലും ഞാൻ തിരുത്തിയില്ല. ദൈവം എന്ന വാക്ക് തുടർച്ചയായി ഉപയോഗിച്ചു. ഒരിടത്ത് ഞങ്ങൾ മുട്ടിൽ നിന്ന് എന്ന് വരെ ഞാൻ ഉപയോഗിച്ചു. മുട്ടിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് വലിയ ആക്ഷേപമായി ഹെൻറിക്ക് തോന്നി. അദ്ദേഹം വാദിച്ചു, അദ്ദേഹം എന്നോട് യാചിച്ചു, അദ്ദേഹം എന്നെ ഭീഷണിപ്പെടുത്തി, ജിമ്മിയോട് തന്നെ പിന്താങ്ങാൻ ആവശ്യപ്പെട്ടു. അയാൾ ശരിയായിരുന്നു. ആയിരക്കണക്കിനായ മധ്യസ്ഥർ ഈ 12 പടികൾ വായിക്കുമ്പോൾ അലസോരപ്പെടും. അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ മെറിറ്റ് സാവധാനത്തിൽ ഫിറ്റ്സിനും റൂത്തിനും ബോധ്യപ്പെട്ടു തുടങ്ങി. ഞാനത് പരിഗണിച്ചില്ലെങ്കിലും സാവധാനത്തിൽ ഒരു സമവായത്തിന് സാധ്യത തെളിഞ്ഞു. ആരാണ് ആദ്യമായി സമവായ വാക്കുകൾ പറഞ്ഞത് എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇന്ന് എല്ലാ അർത്ഥത്തിലും അറിയപ്പെടുന്ന വാക്കുകളാണ് അവ. 2-ാം പടിയിൽ ദൈവത്തെ ഞങ്ങളെക്കാൾ ഒരു വലിയ ശക്തി എന്ന് പരാമർശിക്കാൻ തീരുമാനിച്ചു. 3-ാം പടിയിൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവം എന്ന് ചേർക്കാൻ തീരുമാനിച്ചു. 7-ാം പടിയിൽ ഞങ്ങൾ മുട്ടിന്മേൽ എന്ന പ്രയോഗം എടുത്തുമാറ്റി എല്ലാ പടികൾക്കും പൊതുവായി കരുതാവുന്ന ഒരു വാചകമായി ഒരു പ്രോഗ്രാം എന്ന നിലയിൽ മോചനത്തിനായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പടികൾ എന്ന് എഴുതി ചേർത്തു. 7-12 പടികൾ നിർദ്ദേശങ്ങൾ മാത്രമാണ്. നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു. താങ്ക് യു ശിവചേട്ടാ, താങ്ക് യു.